അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയാണ്. കൃപാസനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് സഞ്ചരിക്കുന്ന ഓരോ വഴികളെ നീ ആശീർവദിക്കണമേ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും കർത്താവിൻ്റെ ശക്തി നിറയട്ടെ. കർത്താവേ, അങ്ങയുടെ മക്കള് ഇന്ന് യാത്ര തിരിക്കുന്ന ലക്ഷ്യം വെക്കുന്ന ഓരോ ലക്ഷ്യങ്ങളും കർത്താവിൻ്റെ നാമത്തിൽ സാധിക്കുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യട്ടെ. ഇന്നത്തെ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കണ്ടുമുട്ടാൻ പോകുന്ന വ്യക്തികളെ മനസ്സിൽ കാണുക, ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ മനസ്സിൽ കാണുക.
ആരുടെയെങ്കിലും തരത്തിലുള്ള നീരസമോ സങ്കടമോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഭയമോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ആ മേഖലയിലെല്ലാം പരിശുദ്ധമ്മ തൻ്റെ നീല മേലങ്കിയാൽ അങ്ങോട്ട് മക്കളെ പൊതിഞ്ഞ് പിടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിറവേറ്റിക്കൊണ്ട് നിങ്ങൾ രാത്രി തിരിച്ചു വരുമ്പോഴേ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനേക്കും ആമേൻ. എന്നിപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത് മർക്കോസിന്റെ സുവിശേഷമാണ് 6:45 വചനങ്ങൾ. താൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുമ്പോഴും കർത്താവ് നമ്മൾ ഇന്നലെ കണ്ട ഭാഗങ്ങളുടെ ബാക്കിയാണ്. അപ്പം വർദ്ധിപ്പിച്ചതിന് ശേഷം ജനക്കൂട്ടത്തെ പിരിച്ചുവിട്ടു. വഞ്ചിയിൽ കയറി തനിക്ക് മുമ്പേ മറുകരയിലുള്ള ബെത്സയിദയിലേക്ക് പോകാൻ അവൻ ശിഷ്യന്മാരെ നിർബന്ധിച്ചു. ആളുകളോട് യാത്ര പറഞ്ഞ ശേഷം ഭയങ്കര രസമാണ്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കണ്ടാ എന്തൊരു ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. അത് ഞാൻ ഓരോ രാജ്യങ്ങളൊക്കെ പോയി ഈ സുവിശേഷ വേല ചെയ്യത്തില്ലേ. അപ്പം നമ്മുടെ സ്ഥിരം സഹായിക്കണ കുറേ ആൾക്കാർ എപ്പോഴും ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവേ. അപ്പം അവരൊക്കെ വിമാനത്താവളത്തിൽ പിരിയണ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. അവർക്കിങ്ങനെ അവസാനം വരെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുക, അല്ലെങ്കിൽ കൈ കാണിച്ചുകൊണ്ട് നിൽക്കുക, നമ്മൾ പോയി മറയണവരെ. അപ്പം കർത്താവ് ഇവരെ ആളുകളോട് യാത്ര പറഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞില്ലേ. അപ്പം യാത്ര പറയുന്നൊരു മാനുഷികതയാണത്. ശരിക്കും യാത്ര പറഞ്ഞതിന് ശേഷം എന്താ പറയണത്? അവൻ പ്രാർത്ഥിക്കാൻ മലയിലേക്ക് പോയി. വൈകുന്നേരമായപ്പോൾ വഞ്ചി നടുക്കടലിലായിരുന്നു. അവൻ തനിച്ച് കരയിലും അവർ വഞ്ചി തുഴഞ്ഞ് അവശരായി എന്ന്. ഓ, ഇതാണ് രസം. അവർ വഞ്ചി തുഴഞ്ഞ് അവശരായെന്ന് അവൻ മനസ്സിലാക്കി. കാരണം കാറ്റ് പ്രതികൂലമായിരുന്നു. അവന് കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്. നമുക്ക് നമ്മുടെ വള്ളത്തിനെതിരെ വരുന്ന കാറ്റ് പ്രതികൂലമാണെന്നും നമ്മൾ വഞ്ചി തുഴഞ്ഞ് തളരുന്നെന്നും അവരും മനസ്സിലാകുന്നുണ്ട്. രാത്രിയുടെ 4-ാം യാമത്തിൽ മനസ്സിലാകുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ പറയത്തില്ലേ, ഓ നമ്മളെന്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലേ? ഓ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാലും. ഇങ്ങനെ കുറേ പിശാചുക്കളുണ്ട്. നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമല്ലാന്ന്. അത് പ്രാർത്ഥിക്കാതിരിക്കുക. അവർക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപയില്ല, വരമില്ല. പ്രാർത്ഥിക്കാൻ ആവശ്യം വിശ്വാസമില്ല. പ്രാർത്ഥിച്ച് പലപ്പോഴും പണിമേടിച്ചിരിക്കുന്ന ആൾക്കാരാണ്. എന്താ കാര്യം? വെടിപ്പും മെനയല്ലാത്ത ജീവിതം കാരണം പ്രാർത്ഥിച്ച് പണിമേടിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ടാണ് അവരിങ്ങനെ ഒരു മുട്ടാപ്പൊക്കെ പറയണത്. എന്താണ് പറയണത്? ഓ നമ്മുടെ കാര്യങ്ങളെല്ലാം ദൈവത്തിന് അറിയാമില്ല. അങ്ങനെയല്ല, ദൈവത്തിന് അറിയാമെങ്കിൽ ഇതുപോലെ ഇരിക്കും. എന്താണ്? അവർ വഞ്ചി കാറ്റ് പ്രതികൂലമാണെന്ന് അവനെ അറിയാം. അവർ വഞ്ചി തുഴഞ്ഞ് തളർന്നെന്ന് അവനെ അറിയാം. അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിയണ കൊണ്ട് കാര്യമൊന്നുമില്ല. പിന്നെന്താണ് ഇവരുടെ റെസ്പോൺസ് ഇല്ലാത്തുള്ള കാലം നമ്മുടെ അറിവുകൾക്ക് വലിയ കർത്താവിൻ്റെ അറിവിന് വലിയ പ്രാധാന്യമില്ല. ഇവിടെ എന്താണ് ഇവരുടെ അതായത് അവൻ കടലിൻ്റെ മീതെ അവൻ എന്ത് മെഷർമെൻറ്റും എടുക്കുകയെ. അവൻ നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മരിക്കാമെന്ന ആളാണ്. അപ്പം അവൻ എന്ത് അറ്റകൈ എടുക്കും? അവൻ അറ്റകൈ എടുക്കുകയാണ്. കടലിന് മീതെ നടന്നു വന്നാണെങ്കിലും രക്ഷിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷേ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം അതിന്. അതാ നിർബന്ധം. എന്താ? അവൻ കടലിന് മീതെ നടന്നു വന്നെങ്കിലും അവനെന്താ ചെയ്യണത്? നേരെ വന്ന് വള്ളത്തേക്കറിയിലേക്കാണത്. അവരെ മൈൻഡ് ചെയ്യാതെ കടന്നു പോകാൻ ഭാവിച്ചെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. ദൈവം ഇങ്ങനെ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കും. എന്തിനാണ്? അത് പറ്റിപ്പല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തുനിന്ന് അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് അതൊരു ഭൂതമായിരിക്കും വിചാരിച്ച് അവർ നിലവിളിച്ചു. അവരെല്ലാവരും അവനെ കണ്ട് പരിഭ്രമിച്ചു പോയി. അപ്പൊ ഇതെന്ത് സംഭവിച്ചു കഴിഞ്ഞാല് ഇവർക്ക് അവര് വഞ്ചി തുഴഞ്ഞ് തളരുകയാണ്. അതിനിടയ്ക്ക് എന്താണ് കടലിന്റെ മീതെ കൂടി ഒരു ഭൂതം കൂടി പോവുകയാണ്. അപ്പൊ ഇരട്ടി പ്രശ്നമായി. അതൊരു അവർക്ക് ഒരു റെസ്പോൺസ്, ഒരു വികാര വിക്ഷോഭമായ റെസ്പോൺസ് ഉണ്ടായി. എന്താണ്? അവർ നിലവിളിച്ചു വന്ന്. അപ്പം ഇത് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഉണ്ടാവും. അതായത് നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടെങ്കിലും ചിലപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി മോശമായിട്ട് വരും. അപ്പം നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നിലവിളിക്കണം. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മുടെ ഭാഗത്തു നിന്ന് വിശ്വാസപരമായ റെസ്പോൺസാണ് വിഷയം. അവർ നിലവിളിച്ചു. എന്തിനാണെന്നറിയാവോ?
അവരുടെ ഇങ്ങനെ നിലവിളിക്കുന്ന സിറ്റുവേഷനിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിൽ ഒരു പെഡഗോജി ഉണ്ട്. എന്താണ്? ഒരു ടീച്ചിങ് മെത്തേഡുണ്ട്. എന്താ പറയണത്? അവൻ വഞ്ചിയിൽ കയറി അപ്പോൾ കാറ്റ് ശമിച്ചു. അതാ വിഷയം. അവൻ വഞ്ചിയിൽ കയറിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്നത് എന്താണ്? കാറ്റ് ശമിക്കും. കർത്താവ്, അതായത് കാറ്റ് ശമിപ്പിക്കുക അല്ല പ്രശ്നം, അവന് വഞ്ചിയിൽ കയറുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് കാറ്റ് ശമിക്കണത്. അല്ല കാറ്റ് ശമിപ്പിക്കണേ പറഞ്ഞ കിടന്ന് കാറിട്ട് കാര്യമില്ല. കടം മാറണേ, രോഗം മാറുമെന്ന് കിടന്ന് കാറിട്ട് കാര്യമില്ല. അവന് വഞ്ചി കയറ്റണതാണ് അതിൻ്റെ തന്ത്രമെന്ന് പറയുന്നത്. അതിൻ്റെ അകത്തുള്ള അതാണ് നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് ഒരു സ്ഥാനം ഉറപ്പിച്ച് ദൈവത്തിൻ്റെ കൂടെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ കാറ്റാണേ മുങ്ങുകയോ പറഞ്ഞ് കാറുകയോ രോഗമാണേ കടവാണെന്ന് പറഞ്ഞ് പിടക്കുകയൊരു കാര്യമില്ല. ജീവിതത്തിൽ യേശുവിനെ നിൻ്റെ കുടുംബത്തോണി കയറ്റാൻ വേണ്ടി നോക്കുക. അതാണ് ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയുന്നത്. എൻ്റെ പേര് റീന. ഞാൻ അന്നമനണ്ട ഇടവകപ്പള്ളി. ഞാൻ UK 20 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. നേഴ്സായിട്ടാണ് എൻ്റെ പ്രൊഫഷൻ. ഞാൻ 2015 തുടങ്ങി 2024 വരെ ഒരു ഏജൻസി നേഴ്സായിട്ടാണ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പെർമനൻറ്റ് ജോലിയായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലെ സാഹചര്യം എനിക്ക് ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടി ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് ഞാനങ്ങനെ ഏജൻസി ജോലി ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ 2024 ആയപ്പോഴേക്കും നമ്മുടെ ഒത്തിരി ഓവർസീസ് നേഴ്സസ് വന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിയൊക്കെ ഇല്ലാതെയായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ ഓർത്തു എവിടെയെങ്കിലും ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് NHSലോട്ട് വീണ്ടും പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഞാൻ താൽക്കാലികമായിട്ട് ഒരു നേഴ്സിംഗ് ഹോമിലോട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തു. എനിക്കത് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ 2024 സെപ്റ്റംബർ 5-ാം തീയതി ഞാൻ അവിടെ ജോയിൻ ചെയ്തു. അങ്ങനെ ഒരു ദിവസം ഒരാഴ്ചയിൽ 2 ഷിഫ്റ്റ് വെച്ചാണ് ഞാൻ അവിടെ ജോയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ഒക്ടോബർ 7-ന് ഞാൻ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് ഒരു പേഷ്യൻ്റ് പെട്ടെന്ന് ഫിറ്റ്സായി. അപ്പോൾ ഞാൻ 999 ഞങ്ങളോട് വിളിക്കുന്നത് ആംബുലൻസിന് വേണ്ടി. അത് വിളിച്ചു. പേഷ്യൻ്റ് അപ്പോഴേക്കും പെട്ടെന്ന് അറസ്റ്റായി. അപ്പോഴേക്കും ആംബുലൻസുകാർ എനിക്ക് ഇൻസ്ട്രക്ഷൻ തന്നു, CPR സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ നഴ്സിംഗ് ഹോമിലാണെങ്കിൽ നമുക്ക് ഓക്സിജനോ ഒന്നും നമുക്ക് നമ്മുടേതായ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. പേഷ്യൻ്റ് സൈനോസായി, ഞാനാകെ സ്ട്രെസ്സായി. പേഷ്യൻറ്റിന് അപ്പടി ഫ്രോത്തൊക്കെ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് സക്ഷൻ ചെയ്യണം. ഞാൻ പെട്ടെന്ന് ഒരു സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കെയർ അസിസ്റ്റൻ്റിനോട് പറഞ്ഞു. അവർ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ നോക്കിയപ്പോൾ പേഷ്യൻ്റെ ഫയലും എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ സക്ഷൻ മെഷീൻ എടുത്തുകൊണ്ടപ്പോൾ അവർ അതിൻ്റെ സക്ഷൻ ട്യൂബ് കൊണ്ടുവന്നില്ല. ഞാൻ പെട്ടെന്ന് എൻ്റെ സീനിയർ കെയറിന് ഞാൻ പേഷ്യൻ്റിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ പെട്ടെന്ന് പോയി സക്ഷൻ്റെ ട്യൂബ് എടുത്തുകൊണ്ടുവന്നു. അപ്പോൾ കൂടുതൽ ഞാൻ പേഷ്യൻ്റെ ഫയൽ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ പേഷ്യൻ്റെ ഫയൽ ഞാൻ തെറ്റി എടുത്തുകൊണ്ടുവന്നത്. ഞാൻ ജീൻ ഗ്രീൻ എന്നുള്ള പേഷ്യൻ്റെ ഫയലാണ് ഞാൻ എടുത്തുകൊണ്ടുവന്നത്. പേഷ്യൻ്റെ പേര് ജോൺ സാൽവ, വേറെ ഏതൊരു പേഷ്യൻ്റെ ഫയലായിരുന്നു. അവിടെ പേഷ്യൻറ്റിൻ്റെ ഫയലിൻ്റെ ഇങ്ങനെ ഇനീഷ്യൽ മാത്രമേ എഴുതിയിട്ടുണ്ടായിരുന്നു. തെറ്റ് ഫയൽ എടുത്തുകൊണ്ടുവന്നു. അങ്ങനെ എടുത്തുകൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ആ പേഷ്യൻറ്റിന് റിസസിറ്റേറ്റ് ചെയ്യാനുള്ള പേഷ്യൻ്റായിരുന്നു. അപ്പോൾ ആംബുലൻസിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് ഞാൻ CPR സ്റ്റാർട്ട് ചെയ്തു. പേഷ്യൻ്റ് പെട്ടെന്ന് അറസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് CPR സ്റ്റാർട്ട് ചെയ്യണമായിരുന്നു. ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അത് CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആംബുലൻസുകാർ വന്നു. അത് വന്നു കഴിഞ്ഞപ്പോഴേക്കും പേഷ്യൻ്റ് ഞങ്ങൾ ഹോസ്പിറ്റലിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് സീനിയർ കെയർ പറഞ്ഞു, നീ പേഷ്യൻ്റ് ഫയൽ എടുത്ത് മാറ്റിയാണ് നീ CPR സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഈ പേഷ്യൻറ്റിന് CPR ചെയ്യാൻ പാടില്ലാത്ത പേഷ്യൻ്റായിരുന്നു, ഡു നോട്ട് റിസസിറ്റേറ്റ് ആയ പേഷ്യൻ്റായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇൻസിഡൻറ്റ് ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഞാൻ പുതിയതാണല്ലോ, ഞാൻ ഇൻസിഡൻറ്റ് ഫോമെല്ലാം ഫില്ല് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ വന്നപ്പോഴേക്കും എന്നെ അവർ ഓഫീസിലോട്ട് വിളിച്ചു. ഒത്തിരി വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞ് ക്ലിനിക്കൽ സിസ്റ്റർ എല്ലാം കൂടി വന്നിട്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ടായിരുന്നു, ഓൾമോസ്റ്റ് 1 hour മീറ്റിംഗ്. അവർ പറഞ്ഞു ഞങ്ങൾ NMCക്ക് ഇൻഫോം ചെയ്യും, നിൻ്റെ പിൻ നമ്പർ ലൂസ് ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറയുന്ന എന്തൊക്കെയോ എന്നോട് പറയുന്ന, പക്ഷേ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ എൻ്റെ പിൻ നമ്പർ എനിക്ക് ലൂസ് ആകരുത്, എങ്ങനെയായാലും എനിക്ക് പിൻ നമ്പർ വേണം. ജോലി പൊക്കോട്ടെ, എനിക്കതിൽ വിഷയമില്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞില്ല. പക്ഷേ എനിക്ക് കുഴപ്പമില്ല, ജോലി ഞാൻ എവിടെ നിന്നായാലും ഞാൻ കണ്ടുപിടിച്ചല്ലോ. ഞാൻ 20 വർഷമായിട്ട് ഞാൻ നേഴ്സായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ, പക്ഷേ അവരൊന്നും പറഞ്ഞില്ല. എൻ്റെ ജോലി ഓൾറെഡി പോയി എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്ക് എങ്ങനെ വീട്ടിലോട്ട് പോകണമെന്ന് അറിയത്തില്ല. അവർക്ക് തന്നെ പേടിയായി ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞാൻ വീട്ടിലെത്തുമെന്ന്.
അപ്പോൾ എന്നോട് പുള്ളിക്കാരി നേഴ്സ് അവിടുത്തെ മാനേജർ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കും തന്നെ പേടിയായി. ഞാൻ ആകെ സ്ട്രെസ്സായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഒരു കണക്കിന് ഡ്രൈവ് ചെയ്ത് വീട്ടിലെത്തി, കാരണം ഒത്തിരി ട്രാഫിക്കുള്ള സമയമായിരുന്നു. വീട്ടിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ മോൻ കണ്ടപ്പോൾ തോന്നി എനിക്കെന്തോ സംതിങ് കുഴപ്പം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ പ്രോബ്ലം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ നീ അവർക്കൊരു മെസ്സേജ് ഇട്ടേക്ക്, ഞാനിവിടെ സേഫായി വീട്ടിലെത്തിയെന്ന് പറയാൻ. അങ്ങനെ എനിക്കപ്പടി വിഷമായി. ഞാൻ ഓർത്തു എൻ്റെ പിൻ നമ്പർ പോയി, ഇനി എന്നാ ചെയ്യും? അങ്ങനെ ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ച കാര്യം പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇപ്പോൾ തന്നെ ഇടാൻ പറഞ്ഞു ഈ പ്രശ്നം വെച്ച്. അങ്ങനെ ഞാൻ ലൈറ്റ് ക്യാൻഡി പ്രയർ റിക്വസ്റ്റ് ഇട്ട് കഴിഞ്ഞ് ഒരു 3-ാമത്തെ ദിവസം എനിക്കൊരു ഇത് വന്നു, ലെറ്റർ വന്നു. അതായത് പിൻ നമ്പറിന് എൻ്റെ ഒന്നും സംഭവിച്ചിട്ടില്ല, അവർ എന്നെ ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അവർ എൻ്റെ ബാക്കി ആ മാസത്തെ, ഒരു മാസത്തിൽ ജോലി ചെയ്തുള്ളൂ, ആ മാസത്തെ സാലറി എല്ലാം നീ ഒക്ടോബർ എൻഡിൽ നിനക്ക് സാലറി കിട്ടുമെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വന്നു. അങ്ങനെ എനിക്കത് വലിയൊരു ആശ്വാസമായി. കാരണം ഞാൻ ഓർത്തു, അമ്മ എൻ്റെ പിൻ നമ്പർ കളഞ്ഞില്ലല്ലോ, ജോലിയല്ലേ പോയുള്ളൂ, ജോലി എനിക്ക് ഇനിയായാലും ജോലി കിട്ടുമല്ലോ. അങ്ങനെ ഞാനങ്ങനെ വീണ്ടും ഞാൻ നഴ്സിംഗ് ഹോമിൻ്റെ യത്നങ്ങളൊക്കെ ഉപയോഗിച്ച് ഞാൻ ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ അപ്ലൈ ചെയ്തു. ഞാൻ അതിൻ്റെ ബ്രാഞ്ചുകൾ അങ്ങനെ ഓൾമോസ്റ്റ് 8 ഇൻ്റർവ്യൂ ഞാൻ അപ്ലൈ ചെയ്തു. എല്ലാ ഇൻ്റർവ്യൂ നല്ലതായിരുന്നു. പക്ഷേ അവർ പറയും ഒരു വേക്കൻസിയെ ശരിക്കും ഉണ്ടാവുള്ളൂ, 1-2 വേക്കൻസി ഉണ്ടാവുള്ളൂ. പറയും, റീന നിൻ്റെ 1 മാർക്കിന് വേണ്ടി നീ പോയി, മറ്റവളാണ് നിന്നിൽ നിന്ന് 1 സ്കോർ അവർക്കാണ് കൂടുതൽ, അപ്പോൾ ഞങ്ങൾക്ക് ഒരു ജോലികൾ ഞങ്ങൾക്ക് അവർക്കല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, അങ്ങനെയൊക്കെ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, എല്ലാവരും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ അച്ഛൻ എപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു, December 26 എൻ്റെ ബർത്ത്ഡേ ആണല്ലോ, ദൈവമേ അന്നെങ്കിലും എനിക്ക് മാതാവ് ഒരു വഴി തെളിയിച്ചു തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ December 23 എനിക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. റെസ്പിറേറ്ററി വാർഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർഡും ഞാൻ എൻ്റെ അവിടുത്തെ എല്ലാവരും എന്നെ അറിയുന്നത്. അപ്പോൾ ഞാനത് ഓക്കെ, അതെന്തായാലും എനിക്ക് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. രാവിലെ ഇൻ്റർവ്യൂ ഭയങ്കര ടഫായിരുന്നു. അത്രയും നാളുണ്ടായിരുന്ന ഇൻ്റർവ്യൂ പോലെയല്ലായിരുന്നു, ഭയങ്കര ടഫായിരുന്നു. അങ്ങനെ എനിക്കും അവർക്കും വിഷമമായി. കാരണം ഞാൻ എന്നെ ഇത്തിരി വയസ്സായിട്ടുള്ളൂ ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതെന്ന് ഓർത്ത് അവർക്കും ഒരു വിഷമമായിരുന്നു. അത് കഴിഞ്ഞ് എനിക്കറിയാമായിരുന്നു കിട്ടില്ല എന്നറിയായിരുന്നു. ഞാൻ 3 മണിയായപ്പോൾ അവർ എന്നെ വിളിച്ച് പറഞ്ഞു, റീന അൺഫോർച്ചുനേറ്റ്ലി നീ അൺസക്സസ്ഫുൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്ത് ദൈവമേ ഇതും പോയല്ലോ. അങ്ങനെ ഞാൻ മനസ്സിൽ വിഷമിച്ചു. അപ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, അത് സാരമില്ല റീന, കാരണം നീ അടുത്ത ചാൻസ് നിനക്ക് വരികയാണെങ്കിൽ നീ നെക്സ്റ്റ് വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ട്, നിനക്ക് അടുത്ത ചാൻസ് വരുമ്പോൾ ഞാൻ നിന്നെ വിളിക്കാം, നീ ഒരു കാര്യം ചെയ്യും, നീ ഈ ക്രിസ്മസ് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ക്രിസ്മസ് കഴിഞ്ഞിട്ട് 1 വീക്ക് കഴിഞ്ഞിട്ട് വിളിക്കാനായിട്ട് December 31 ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ അന്ന് ലീവാണ്. അത് കഴിഞ്ഞ് ഞാൻ ഓൾമോസ്റ്റ് ആ ആഴ്ചയിൽ ലീവ് ചെയ്തപ്പോൾ പറഞ്ഞു അവർ സിക്ക് ലീവ് വന്നു. അങ്ങനെ ഓൾമോസ്റ്റ് 1 മന്ത് കഴിഞ്ഞു. അങ്ങനെ പിന്നെ ഒരു ഫെബ്രുവരിയിൽ ഞാൻ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, ഈ 6-ാം തീയതി, അതായത് ഇനി February 6 ഈ 6-ാം തീയതിക്ക് ഉള്ളിൽ നിങ്ങളുടെ പ്രോബ്ലംസൊക്കെ സോൾവ് ആകും എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഓർത്തു ഓക്കെ, എന്നാൽ 6-ാം തീയതി വെയിറ്റ് ചെയ്യാം. അങ്ങനെ 6-ാം തീയതി എനിക്കൊരു കോൾ വന്നല്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോൾ മാനേജർ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, റോണി നീ എന്നോട് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സോറി ഞാൻ അൺവെല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ലീവായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്നാ നീ വരണ്ടേന്ന് ചോദിച്ചു. അപ്പോൾ എന്നെ കാണുമെന്നാണ് പറഞ്ഞു, പേഴ്സണലി കാണുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പുള്ളിക്കാരി പറഞ്ഞു 13th എൻ്റെ മാനേജേഴ്സ് ഡേ ആണ്, നീ അന്ന് വന്ന് എന്നെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ പണ്ട് കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ പേപ്പേഴ്സ് എല്ലാം കൊണ്ടുവന്ന് എന്നോട് വീണ്ടും ഒന്നും കൂടി ഇൻ്റർവ്യൂ ചെയ്തു. അപ്പോൾ ഞാൻ ഓൾറെഡി ആ ഇൻ്റർവ്യൂവിൽ ഞാൻ തെറ്റായ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ പോയിരുന്നത്. അപ്പോൾ ഞാൻ എല്ലാം നല്ലപോലെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എന്തുകൊണ്ട് അന്ന് ഇൻ്റർവ്യൂവിന് ഇതുപോലെ പെർഫോം ചെയ്തില്ലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അന്ന് എനിക്കിത്തിരി പേടിയുണ്ടായിരുന്നു, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എനിവേ ഓക്കെ. അപ്പോൾ പുള്ളിക്കാരി അന്ന് എന്നോടൊന്നും പറഞ്ഞില്ല, ഞാൻ സെലക്റ്റഡ് ആണോ ഒന്നും പറഞ്ഞില്ല. ഓക്കെ, ഐ വിൽ ലെറ്റ് യു നോ എന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാനങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അതിനിടയ്ക്ക് എനിക്ക് വേറൊരു ഇൻ്റർവ്യൂ വന്നായിരുന്നു കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിൽ. അവിടെ എനിക്ക് സെലക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, റീന നീ ഇപ്പോഴും ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണോ, യു ആർ സെലക്റ്റഡ്, നീ ഞങ്ങളുടെ വാർഡിലോട്ട് വെൽക്കം ടു വാർഡ് 70 എന്ന് പറഞ്ഞു. അത് റെസ്പിറേറ്ററി വാർഡാണ്, എൻ്റെ ഇഷ്ടമുള്ള വാർഡുമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി. അങ്ങനെ എനിക്ക് ആ ജോലി കിട്ടി. അപ്പോൾ പിന്നെ റെഫറൻസിന് കുറച്ചും കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഏജൻസി വർക്ക് ചെയ്തുകൊണ്ട് ആ ഏജൻസി ഓൾറെഡി അവിടെ നിന്ന് പോയായിരുന്നു. എനിവേ അവരെൻ്റെ പ്രീവിയസ് ആൾക്കാരുടെ റെഫറൻസും ഒക്കെ അവർ ആക്സെപ്റ്റ് ചെയ്തു. എനിവേ ഞാൻ ആ ജോലിയിൽ കയറി. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ ഞാൻ ഭംഗിയായിട്ട് പോകുന്നു, ഞാൻ ഹാപ്പിയാണ്.
പക്ഷേ ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ഒത്തിരി മാനസികമായിട്ട് ഒത്തിരി തളർന്നിരുന്നു. ഒത്തിരി എന്നും ഞാൻ ഒരിക്കലും ഒത്തിരി പ്രാർത്ഥിക്കാറൊന്നുമില്ല. ഞാൻ 5 മണിക്ക് 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് കഴിഞ്ഞു ഏകദേശം ഒരു 1.5 മണിക്കൂർ പ്രാർത്ഥന, ഒരു 4 കൊന്ത എത്തിയും. പിന്നെ പിള്ളേർ, എൻ്റെ മക്കൾ 2 പേരും ഡോക്ടേഴ്സാണ്. അവരൊക്കെ ഡ്യൂട്ടിക്ക് പോകും. ഹസ്ബൻഡാണെങ്കിൽ രാവിലെ ബിസിനസ്സാണ്, പുള്ളി വീട്ടിൽ നിന്ന് പോകും. അപ്പോൾ കഴിഞ്ഞ് പിന്നെ ഉറക്കത്തിൽ പിന്നെ കരഞ്ഞാണ് പിന്നത്തെ എൻ്റെ പ്രാർത്ഥന. അങ്ങനെ അവരൊക്കെ എനിക്ക് ഒത്തിരി സപ്പോർട്ടായിരുന്നു. അവരെന്നോട് എപ്പോഴും ചോദിക്കും, മമ്മി എന്തിനൊക്കെ അറിയുന്നത്, മമ്മിക്ക് ഫൈനാൻഷ്യലായിട്ട് മമ്മി ഇതല്ലേ, പിന്നെ എന്തിനാ ഇത്ര പേടിക്കുന്നത്, ജോലി സാരമില്ല, ഇത്രയ്ക്ക് പ്രായമായില്ലേ, മമ്മി ഇത്രയും നാൾ ജോലി ചെയ്തു, ഇത്ര ഞങ്ങളെ വളർത്തി നല്ല നിലയിലാക്കി, ഇനി എന്തിനാ പേടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് ജോലി ഇല്ലാതെ ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് 18 വയസ്സിൽ ഞാൻ നേഴ്സിങ്ങിന് പോയത്, ഇന്ന് വരെ ഞാൻ ജോലി ഇല്ലാതെ ഇരുന്നിട്ടില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 മാസം ഇനി ഞാൻ എങ്ങനെ കഴിഞ്ഞതെന്ന് അറിയത്തില്ല. എനിവേ ഇപ്പോൾ നല്ലൊരു ജോലി തന്നു, ദൈവം എന്നെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ വീട് 2018 വെള്ളപ്പൊക്കത്തിൽ ഒത്തിരി നാശമായി പോയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു വീടൊന്ന് പുതിയതൊന്ന് പണിയാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങിയായിരുന്നു. പക്ഷേ അപ്പോഴേക്കും കേരളിൻ്റെ പ്രശ്നങ്ങളും കോവിഡും ഒക്കെ വന്ന് ഞങ്ങൾക്ക് ആ വീട് പണിയാൻ സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഈ 2024 ഞാൻ ഉടമ്പടി എടുക്കാൻ വന്ന സമയത്ത് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾക്കൊരു വീടിൻ്റെ കാര്യം ഞാൻ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. അപ്പോൾ ഞങ്ങളുടെ പഴയ വീട് തന്നെ ഞങ്ങൾക്ക് പുതുക്കി പണിത് ഞങ്ങളതിൻ്റെ ഹൗസ് വാമിങ് കഴിഞ്ഞ 2025 ജൂൺ 30 നടത്താൻ ഞങ്ങൾക്ക് സാധിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വരുന്ന പേപ്പേഴ്സ്, ഇവിടുന്ന് പത്രം വാങ്ങി ഞങ്ങളത് എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ പള്ളിയിലൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ആര് സഹായം അപേക്ഷിച്ച് വന്നാലും ഞാൻ ഒരിക്കലും അവരെ നിരാശരാക്കാറില്ല. ഞാൻ എന്നെ കൊണ്ടാകുന്നതൊക്കെ ഞാൻ സഹായം കൊടുക്കാറുണ്ട്. പിന്നെ 2 പിള്ളേരെ വീട്ടിൽ നിന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, നേഴ്സിംഗ് സ്റ്റുഡൻസിനെ. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു വീട് പണിക്കൊരു ഒരാൾക്കാർ ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾ ആ വീടിൻ്റെ ബാക്കിയുള്ള കമ്പിയും സിമെൻറ്റും ഞങ്ങളാണ് വീടിൽ നിന്ന് അവർക്ക് സ്പോൺസർ ചെയ്ത് കൊടുത്തത്. പള്ളി ഇടപെട്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ ആധ്യാത്മികമായിട്ടെന്ന് പറയുകയാണെങ്കിലും ഞാൻ പണ്ട് പ്രാർത്ഥന എന്ന് വെച്ചാൽ ഒരു കൊന്ത ഉണ്ടായിരുന്നുള്ളൂ, കുടുംബ പ്രാർത്ഥനയിൽ ഒരു കൊന്ത, അല്ലാതെ ഞാൻ വേറൊരു കൊന്ത എത്തിക്കാറില്ല. പള്ളിയിൽ ഞാൻ ഫ്രീ ആയിരിക്കുമ്പോഴൊക്കെ ഞാൻ പോകും. പിന്നെ ഇപ്പോഴാണെങ്കിൽ ഒരു 2-3 കൊന്ത എന്തായാലും എത്തിക്കും. പരിശുദ്ധമായ അൾത്താരയിൽ വന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തുവാൻ അമ്മയും തിരുക്കുമാരനും എന്നെ ഇടവരുത്തതിന് ആദ്യമായി തന്നെ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ഷീന ജെയിൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപത കാലടി മങ്കുടി ചേരാനെല്ലൂർ ഹോളി ഫാമിലി ചർച്ചിൽ നിന്ന് വരുന്നു. ഞാൻ അയർലൻഡിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ആദ്യമായി ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഡിസംബർ മാസം 10-ാം തീയതി. ഞാൻ ഉടമ്പടി എടുത്ത സമയത്ത് അയർലൻഡിലോട്ട് പോകാനുള്ള എൻ്റെ പേപ്പർ വർക്ക്സൊക്കെ തുടങ്ങിയ സമയമായിരുന്നു. ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഞാൻ അയർലൻഡിലോട്ട് പോയിരുന്നത്. കാരണം എനിക്ക് പുറത്തു പോകാനുള്ളൊരു താല്പര്യമൊന്നുമില്ലാതിരുന്നൊരു സാഹചര്യത്തിൽ എനിക്കൊരു സാഹചര്യം ഒരുങ്ങി വരികയും ഞാൻ വിതിൻ 3 months എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം റെഡി ആവുകയും ഞാൻ അയർലൻഡിലോട്ട് പോവുകയും ചെയ്തു. അവിടെ വെച്ച് ആഫ്റ്റർ 2 years സാധാരണയായി നമ്മുടെ വർക്ക് പെർമിറ്റ് റിന്യൂ ചെയ്യണം. ആ റിന്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, റിന്യൂവൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 മാസത്തിനകം അത് റിന്യൂവൽ ചെയ്തു വരും. പക്ഷേ ഞങ്ങളുടെ ഒരു 8 പേരെ ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 1 മാസം കൊണ്ട് വരുന്നത് 2 മാസമായി 3 മാസമായി അങ്ങനെ 8 മാസം വരെ അത് കാലതാമസമായി. ഞങ്ങളുടെ വർക്ക് പെർമിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഞങ്ങളുടെ വിസയും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും. വർക്ക് പെർമിറ്റ് ഇല്ലാതെ നമുക്ക് വിസ അവിടെ റിന്യൂ ചെയ്ത് കിട്ടില്ല. എൻ്റെ ഈ സാഹചര്യത്തിൽ എൻ്റെ പാസ്പോർട്ടും എക്സ്പയറി ആയി. അപ്പോൾ ഇതെല്ലാം അവിടുത്തെ എൻ്റെ ആ സ്റ്റാറ്റസിനെ ബാധിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് എന്നും ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി ധ്യാനവും ഒക്കെ കൂടുമ്പോൾ മാതാവിനോട് എന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, എൻ്റെ കാര്യം ഒന്ന് നടത്തി തന്നെ എൻ്റെ ഒപ്പം സബ്മിറ്റ് ചെയ്ത വിസ തടസ്സം നേരിടുന്ന എല്ലാ മക്കളെയും ആ നിയമങ്ങളോട് ചേർത്ത് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഒരു കുഴപ്പവുമില്ലാതെ എനിക്ക് കഴിഞ്ഞ ഓഗസ്റ്റ് 19-ാം തീയതി എൻ്റെ 8 മാസം എത്തി ഞങ്ങളുടെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാവരെയും വിസ റിന്യൂ ചെയ്ത് വന്നു. അതേസമയം ഇൻ ബിറ്റ്വീൻ എൻ്റെ ജൂലൈ 16-ാം തീയതി എൻ്റെ പാസ്പോർട്ട് എക്സ്പയറി ആയിരുന്നു. പക്ഷേ നമ്മൾക്ക് പ്രയർ ടു 3 months വി ഹാവ് ടു റിന്യൂ ദാറ്റ് വൺ. പക്ഷേ ഞങ്ങൾക്കത് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല. കാരണം എനിക്ക് വിസ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല.
അങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ എൻ്റെ നേഴ്സിംഗ് ഹോമിൽ നിന്ന് HR നിന്ന് എനിക്കൊരു പേപ്പർ തരുവാണ്, ഞാൻ ഡ്യൂട്ടിയിൽ ഷീന പോയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞ് എൻ്റെ ഇങ്ങനെ ആപ്ലിക്കേഷൻ വർക്ക് പെർമിറ്റ് റിന്യൂവലിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. പക്ഷേ എൻ്റെ കയ്യിൽ ബാക്കി ഡീറ്റെയിൽസ് ഒന്നുമില്ല. എക്സ്പയറി ആയ എൻ്റെ വിസ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എക്സ്പയറി ആയ പാസ്പോർട്ടും എക്സ്പയറി ആയ വിസയും കൊണ്ട് ഞാൻ ഇന്ത്യൻ എംബസിയിലോട്ട് ചെന്നു. ആ സമയത്ത് ഞാൻ മാതാവിനോട് മുറിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയെ, എനിക്ക് ഇതിലൊരു കഴിവുമില്ല, പക്ഷെ നീ ഇടപെട്ടാൽ എല്ലാം ഭംഗിയായി നടക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിലെ ഒപ്പും കൊണ്ടുപോയി ഇന്ത്യൻ എംബസിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ ഉപ്പ് അതിൻ്റെ ഒരു കോർണറിൽ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അവിടുത്തെ സ്റ്റാഫിന് എൻ്റെ പാസ്പോർട്ടും എൻ്റെ വർക്ക് പെർമിറ്റ് ഈ വിസയും കൈമാറി, എൻ്റെ എക്സ്പയറി ആയ വിസ. അപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് വിസ ഓൾറെഡി എക്സ്പയറി ആയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പാസ്പോർട്ട് റിന്യൂ ചെയ്യണമെങ്കിൽ വാലിഡ് വിസ നിർബന്ധമാണ്. എൻ്റെ സാഹചര്യത്തിൽ അതൊരു 8 മാസം ആയിരുന്നു ഓൾറെഡി എക്സ്പയർഡ് ആയിട്ട്. പക്ഷേ ഇത് വാങ്ങിച്ച് എൻ്റെ ആ ലെറ്റർ ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു തടസ്സവുമില്ലാതെ എന്നവണ്ണം അയാൾ എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ എക്സ്പയറി ആയ വിസ വാങ്ങിക്കുകയും എൻ്റെ പാസ്പോർട്ട് വാങ്ങിക്കുകയും ഒരു തടസ്സവുമില്ലാതെ എല്ലാം അയാൾ തന്നെ, എൻ്റെ കയ്യിൽ ഒരു കോപ്പി പോലും ഇല്ല, കാരണം ഞാനിത് എക്സ്പെക്റ്റഡ് അല്ല. അപ്പോൾ ഒരു കോപ്പി പോലും ഇല്ലാതെ അയാൾ തന്നെ അകത്ത് നിന്ന് ആ സാറ് ആ കോപ്പിയൊക്കെ എടുത്ത് എൻ്റെ എല്ലാം ഡീറ്റെയിലും വാങ്ങി എന്നോട് പറഞ്ഞു, ആഫ്റ്റർ 1 month യു വിൽ റിസീവ് ഇറ്റ് എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അതിൻ്റെ അത് കൊടുത്ത് ഞാൻ റൂമിലോട്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ HR ഞാൻ വിളിച്ച് പറഞ്ഞു, എൻ്റെ പാസ്പോർട്ട് അവർ റിന്യൂവൽ ആപ്ലിക്കേഷന് കൊടുത്തിട്ട് അത് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലെ ഡയറക്ടർ എന്നോട് പറഞ്ഞു, ഷീന, ദിസ് ഈസ് ക്വൈറ്റ് അൺനാച്ചുറലാണ്, കാരണം നിനക്ക് ഇതിങ്ങനെ കിട്ടിയത് നിൻ്റെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും എൻ്റെയും എനിക്ക് വേണ്ടി ഒത്തിരി പേര് അന്ന് പ്രാർത്ഥിച്ചായിരുന്നു. എൻ്റെ ഭർത്താവ്, എൻ്റെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ചേച്ചി, അങ്ങനെ എല്ലാവരും, എൻ്റെ ഫ്രണ്ട്സ്. ഇത് കാരണം എനിക്കൊരു രേഖയുമില്ല. ഒരു എമർജൻസി ആയിട്ട് നാട്ടിൽ വരുന്നെങ്കിൽ പോലും എൻ്റെ കാര്യം ഭയങ്കര റിസ്ക് ആയിരുന്നു. കാരണം ഒരു പാസ്പോർട്ട് ഇല്ലാതെ നമുക്ക് ഒരിക്കലും നമ്മുടെ അയർലൻഡിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് സമയത്ത് വന്ന് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വന്നെങ്കിൽ എനിക്കൊരു രേഖയുമില്ല. ആ സമയത്ത് മാതാവിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ മൂലം എൻ്റെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. എൻ്റെ വർക്ക് പെർമിറ്റ് കിട്ടി, എൻ്റെ പാസ്പോർട്ട് കറക്റ്റായ ടൈമിൽ കിട്ടി, എൻ്റെ വിസ റിന്യൂ ചെയ്ത് കിട്ടി. ഈ സമയത്തിൻ്റെ ഇടയിലാണ് എൻ്റെ ഭർത്താവിനും മോൾക്കും വേണ്ടി ഞാൻ ഡിപ്പെൻഡൻറ്റ് വിസ ഇന്ത്യൻ എംബസിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡൽഹിയിൽ. 1 വർഷം എത്തി കിട്ടാതിരുന്ന സാധനങ്ങൾ കൃത്യം 1 വർഷം എൻ്റെ ഈ ക്രൈസിസിൻ്റെ സമയത്ത് അവരുടെ വിസയും അടിച്ചായിരുന്നു. വിസ അടിച്ചപ്പോൾ എനിക്ക് ടെൻഷനായി, ഇവർ വന്നാൽ എന്ത് ചെയ്യും? എനിക്ക് പാസ്പോർട്ട് എക്സ്പയറി, എൻ്റെ GNIB, എൻ്റെ എല്ലാ കാര്യങ്ങളും എക്സ്പയർ ആയ സമയത്ത് ഇവരെ ഞാൻ എങ്ങനെ കൊണ്ടുവരും? ആ സമയത്ത് ഞാൻ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞു, എന്താ ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു, എന്തായാലും കുഴപ്പമില്ല, നീ ധൈര്യമായിട്ട് കൊണ്ടുവരും, നിൻ്റെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കും, നീ പ്രാർത്ഥിക്കുന്നതല്ലേ. അങ്ങനെ ലാസ്റ്റ് മൂമെൻറ്റിൽ 1 ആഴ്ച ഹസ്ബൻഡ് വിസയൊക്കെ എക്സ്പയറി ആവേണ്ട 1 ആഴ്ചയ്ക്ക് ഉള്ളിൽ അവരെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരികയും എൻ്റെ മോൾക്ക് ആ സമയം കൊണ്ട് അയർലൻഡിൽ ഒരു നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ, ഒരു നേഴ്സിംഗ് പഠിക്കാനുള്ള ഇത് മാതാവ് സാധാരണ ഓഗസ്റ്റ് അഡ്മിഷൻ തുടങ്ങുന്നത്, ജനുവരിയിലെ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ തുടങ്ങണം. എൻ്റെ മോള് വെറും മെയ് മാസത്തിലാണ് ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതും. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഇടയിലൂടെ അതും കാര്യങ്ങളും ഭംഗിയായിട്ട് മാതാവ് നടത്തി തന്നു. ഇതെല്ലാം അമ്മ സമയബന്ധമായി എല്ലാ കാര്യങ്ങളും ഇടപെട്ട് അമ്മയുടെ മകനോട് പറഞ്ഞാൽ എന്ത് കാര്യവും സാധിക്കുമെന്നുള്ള ഉറപ്പായ വിശ്വാസമുണ്ട്. എന്നെ ധൈര്യപ്പെടുത്തുവാൻ എൻ്റെ ഭർത്താവിൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടായിരുന്നു. എപ്പോഴും ഞാൻ എങ്ങനെയും സ്ട്രെസ്സായിട്ടിരിക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറയും, നീ എന്തിനാ പേടിക്കുന്നത്? അമ്മയുടെ കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ച് കൊടുത്തിട്ടുണ്ട്, സമയം പോലെ അമ്മ ആ നടത്തേണ്ട സമയത്ത് എല്ലാം ഭംഗിയായിട്ട് നടത്തി തരുമെന്ന് എന്നോട് പറയുമായിരുന്നു. ആ ഭർത്താവിൻ്റെ ഫുൾ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും അമ്മയുടെ മധ്യസ്ഥതയോടെ തിരുക്കുമാരൻ കറക്റ്റായി എല്ലാ ടൈമിങ്ങിലും എല്ലാം നടത്തി തന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത്, ഇവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് പേപ്പറും വാങ്ങിക്കൊണ്ടുപോയി ഇംഗ്ലീഷും മലയാളമൊക്കെ അവിടെ കൊണ്ടുപോയി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ ആരൊക്കെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അവരോടൊക്കെ കൃപാസനത്തിലെ മാതാവിൻ്റെ അത്ഭുത ശക്തി ഞാൻ പറഞ്ഞ് അവരോട് പറയും, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഇവിടുന്ന് കാശ് രൂപമൊക്കെ വാങ്ങി ഞാൻ കൊണ്ടുപോകാറുണ്ട്, അവർക്കെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അവരെ പ്രാർത്ഥനയിൽ ഞാൻ അവരെ ഓർക്കാറുണ്ട്.
പിന്നെ കാരുണ്യപ്രവർത്തികളായിട്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ എല്ലാവർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. അത് ഓർഫണേജിനായാലും ഫുഡ്, ഞാൻ ഇപ്പോൾ അവിടെ ആയതുകൊണ്ട് എനിക്ക് ഫുഡ് എനിക്ക് കൊടുക്കാം. അപ്പം ഞാൻ അത് ആരെങ്കിലോടും ഏൽപ്പിച്ച് ഫുഡുകൾ ഞാൻ കൊടുക്കാൻ ട്രൈ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ നാട്ടിൽ BSc നേഴ്സിംഗ് സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ എൻ്റെ കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ ചെയ്തു. ഇത്രയൊക്കെ പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു. ഇനിയുള്ള എൻ്റെ തുടർ ജീവിതത്തിൽ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായി തുടർന്നു പോകുവാൻ ഞങ്ങളെ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്നും ഇതിനോടൊപ്പം എൻ്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാ മക്കളെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ സന്നിധിയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും ഈശോയെ അവരുടെ എല്ലാ ആവശ്യങ്ങളും മാതാവിൻ്റെ മുമ്പിൽ നിരത്തി ഞാൻ കൊടുക്കുകയാണ്. എല്ലാവരെയും നീ ചേർത്തണച്ച് നിൻ്റെ തിരുക്കുമാരൻ്റെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എല്ലാവരെയും ഉയർത്തണമെന്ന് ഞാൻ ഈ തിരുനടയിൽ നിന്ന് അമ്മയോട് പ്രാർത്ഥിക്കും. പേര് റിജി പ്രിൻസൺ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി വിമലകൃതനാഥ ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മകനാണ് വന്നിരിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ അൾത്താരയിലെ 3ാമത്തെ സാക്ഷ്യമാണിത്. ഞാൻ ഉടമ്പടി എടുത്തത് 7/1/2019 ഞാൻ ഉടമ്പടി എടുത്ത് ഞങ്ങൾ ആദ്യം ഇവിടെ ഇല്ലായിരുന്നു, ഞങ്ങൾ ചെന്നൈയിലായിരുന്നു. ഞാനും ഹസ്ബൻഡ് എല്ലാവരും ചെന്നൈയിലായിരുന്നു. ഞങ്ങൾ അവിടെ 2014 ഞങ്ങൾക്ക് ഭാഗമായിട്ട് കുറച്ച് സ്ഥലം കിട്ടിയിരുന്നു. ആ സ്ഥലം വിൽക്കാനായിട്ട് ഞങ്ങൾ ഒത്തിരി പരിശ്രമിച്ചു. ഞങ്ങൾ പല സ്ഥലങ്ങളിലും നേർന്നും ഞങ്ങളിതിൽ കുറച്ച് സ്ഥലം പള്ളിയിലേക്ക് നേർച്ചയായിട്ട് നേർന്നു കൊടുക്കാമെന്നെല്ലാം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾക്കത് ഒന്നും സാധിച്ചില്ല. ഞങ്ങൾ 2019 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു, പ്രാർത്ഥിച്ചു. ഞാനും ഹസ്ബൻഡും കൂടിയാണ് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത്. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഈ വർഷം 2025 ഞങ്ങൾക്ക് ഈ സ്ഥലം വന്ന് കാണാൻ പലരും വന്ന് കാണും. പക്ഷേ ഞങ്ങൾക്കത് പാടാണ്, വഴിയില്ല. പല കാരണങ്ങളാൽ അത് ഒരു റെയിൽവേ ട്രാക്ക് കടന്നു വേണം ഈ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ. ഒരു ചെറിയൊരു ബണ്ട് വഴിയാണ്, അതിനാൽ പോകാൻ പറ്റാത്തതിനാൽ ആരും അത് വേണ്ട എന്നാണ് പറയുക. അതിൽ കുറച്ച് സ്ഥലം ഒരു സൈഡ് പുഴയുടെ ഭാഗമായതുകൊണ്ട് അവർ പറയും അത് ചെളിയായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, അതിൽ 2 ഏക്കർ കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ പല കാരണങ്ങളാണ് പലരും പറഞ്ഞിരുന്നത്. എനിക്കാണെങ്കിൽ ഭാഷ അറിയില്ല. ഞാൻ തമിഴ് അവിടുത്തെ പഠിച്ച് മാതാവ് എന്നെ പഠിപ്പിച്ച് തന്നു. ഞാൻ ഓരോ പാർട്ടി വിളിക്കുമ്പോഴും ഞാൻ അവരോട് എൻ്റെ വായിൽ ഉപ്പ് ഇട്ട് ഞാൻ സംസാരിക്കും അവരോട്. എനിക്കറിയില്ല എങ്ങനെയാണ് ഇത് കച്ചവടം നടത്തുന്നത്. എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഒരു പാർട്ടി വരികയും എൻ്റെ സിൽവർ ഗ്രേ ഉടമ്പടിയാണ് ഞാൻ 15ാമത്തെ പുതുക്കലിൽ എൻ്റെ മാതാവ് ഒരാളെ ഇടപെട്ട് കൊണ്ടുവരികയും ആ സ്ഥലത്ത് വന്ന് കാണുകയും അവർ വന്ന് നാട്ടിൽ വരികയും ജൂലൈ മാസത്തിൽ അഡ്വാൻസ് തരികയും 2025 ആഗസ്റ്റ് മാസത്തിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നടത്തി തരികയും ചെയ്തു. ആ സ്ഥലം കാണാൻ വന്നപ്പോൾ അവരും പറഞ്ഞു ഇതുപോലെ പല കാരണങ്ങളും പറഞ്ഞിരുന്നു. പക്ഷേ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ എനിക്ക് അത് കച്ചവടം നടത്തി തന്നു. അതിന് അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. അത് 2014 തൊട്ട് ഞാനിവിടെ ഹസ്ബൻഡിൻ്റെ പേരിലായ സ്ഥലമാണ്. 11 വർഷമായി അത് വിൽക്കാൻ നോക്കുന്നത്. ഇപ്പോഴാണ് അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നത്. ഞാൻ 2 പ്രാവശ്യം അച്ഛനെ വന്ന് കാണുകയും വെഞ്ചിരിച്ച കാശുരൂപ അവിടെ കൊണ്ടുപോയി കുഴിച്ചിടുകയും വിജയകുമാർ സാറിനെ എടുത്ത് വന്ന് 2 പ്രാവശ്യം വന്ന് 2 ചൊവ്വാഴ്ചകൾ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ എല്ലാം ഫലമായിട്ട് പിന്നെ ഡെയിലി ബ്രെഡിൽ ഞാൻ എൻ്റെ ആധാരം വെച്ച് എന്നും പ്രാർത്ഥിക്കും. ആ ഡെയിലി ബ്ലെസ്സിങ് കിട്ടുവാനായിട്ട് ആധാരത്തിന് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ എല്ലാം ഫലമായിട്ടാണ് എനിക്ക് ആ സ്ഥല കച്ചവടം നടന്നു കിട്ടിയത്. അതിൻ്റെ അവസാന നിമിഷത്തിൽ ഞാൻ എൻ്റെ അമ്മ മാതാവിനോട് പറഞ്ഞു എനിക്ക് സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അമ്മ മാതാവേ, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, നീ എന്നോട് ഒരു വഴി എനിക്ക് കാണിച്ചു തന്നേ പറ്റൂ. അമ്മ മാതാവേ, ഞാൻ പറയണു നിന്നോടൊരു റേറ്റ്, ആ റേറ്റിന് തന്നെ എനിക്ക് വിറ്റ് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ആ റേറ്റിന് തന്നെ അമ്മ മാതാവ് എനിക്കത് നടത്തി തന്നു. അതിനും 1000 നന്ദി പറയണു. അവസാന നിമിഷത്തിൽ ഇതുപോലെ തന്നെ അത് ഞങ്ങൾ നാട്ടിലായതുകൊണ്ട് അവിടെ ആരുമില്ല, അത് പലരും എടുത്തിട്ട് പോവും, അവിടെയുള്ള ആൾക്കാർ എടുത്തിട്ട് പോവും, കയ്യേറി പോവും, അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്നെല്ലാം അമ്മ മാതാവിനെ കരകയറ്റി ഇവിടെ വരേക്കും
എന്നോട് തമിഴ് അറിയില്ല, സംസാരിക്കാൻ അധികമൊന്നും അറിയില്ല, കുറച്ച് മാത്രം. ഭർത്താവിനാണെങ്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. ആൾക്ക് 6 വർഷമായിട്ട് സ്ട്രോക്ക് വന്നിരുന്ന വ്യക്തിയാണ്. തളർന്നു കിടന്ന വ്യക്തി ഇപ്പോൾ ഇങ്ങനെയായി മാതാവ് എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം അമ്മ മാതാവ് നടത്തി തരുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ല രീതിയിൽ നടത്തി തന്നു. അതിന് 1000 നന്ദി പറയുന്നു. രണ്ടാമതായിട്ട് എൻ്റെ ഒരു മാല കാണാതായിപ്പോയി. അത് ഒത്തിരി ദിവസമായി, 1 മാസത്തോളമായി ഞാൻ നവംബർ മാസത്തിൽ അന്വേഷിച്ച് തുടങ്ങിയതാണ്. പക്ഷേ അതെനിക്ക് കിട്ടണില്ല. ഞാൻ എവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ എവിടെയാണെന്ന് അറിയണില്ല. 1 മാസമായി ടെൻഷൻ ആകെ കൂടിപ്പോയി. 4-5 പ്രാവശ്യം ഞാൻ അലമാരിയെല്ലാം തപ്പി. അവസാനം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടു, പെട്രോളിയം, അച്ഛൻ്റെ ഒരു ടോക്കാണ്, പെട്രോളിയം കത്തണ പോലെ കത്തും, നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമേ എന്ന് 10 പ്രാവശ്യം പറഞ്ഞു. ഞാനിത് കണ്ടതും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് പെട്ടെന്ന് ആ മാല എവിടെ ഇരിക്കുന്നത് കണ്ടെത്തുകയും അത് കിട്ടുകയും ചെയ്തു. അതിനിടയിൽ വേറൊരു മാലയും കൂടി ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ തെരച്ചിലിൻ്റെ ഇടയിൽ ഈ മാലയും കൂടി എവിടെയാണെന്ന് എനിക്ക് അറിയണില്ല. ഞാനത് കഴിഞ്ഞ് പിന്നെ ആകെ ടെൻഷനായി പോയി. ഇതുപോലെ വീണ്ടും എനിക്ക് ഇൻസ്റ്റയിൽ ഇങ്ങനെ തന്നെ വരിക, നീ പെട്രോളിയം കത്തണ പോലെ കത്തും, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാൻ. ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം തന്നെ ആ മാലയും എനിക്ക് തിരിച്ച് കിട്ടി. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ മകനെ +2-ന് ഞാൻ ഹോൾ ടിക്കറ്റ് കൊണ്ട് ഇവിടെ പരീക്ഷാ സമയത്ത് അച്ഛനെ കണ്ടുവന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ച് വീട്ടിലെത്തിയപ്പോൾ മഴവില്ല് കാണാനായിട്ട് സാധിച്ചു. അവൻ +2 പാസ്സാവുകയും ചെയ്തു. അത് 4-ാമതായിട്ട് എൻ്റെ മകന് അഡ്മിഷൻ കിട്ടാനായിട്ട് കീമിൻ്റെ എക്സാം എഴുതിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, എനിക്ക് ഈ കോളേജിൽ മാത്രമേ എനിക്ക് സീറ്റ് വേണ്ടൂ, വേറൊരു കോളേജിലും വേണ്ട. അപ്പോൾ അവർ പറഞ്ഞു, കീം എഴുതിയിട്ടില്ല, അതിനാൽ കിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ വേറെ എവിടെയും അന്വേഷിച്ചില്ല. പലരും പറഞ്ഞു എന്നോട് പോയി അന്വേഷിക്കാൻ. ഞാൻ പോയില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മ മാതാവേ, നീ എന്നെ കൈവിടരുത്. അങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞു. ഞാൻ ഈ രജിസ്ട്രേഷൻ ഓഗസ്റ്റ് മാസത്തിൽ ചെന്നൈ പോയി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് വരുന്ന ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മാതാവിൻ്റെ വലിയ കൃപയാൽ അവർ വിളിക്കുകയും ആ കോളേജിൽ തന്നെ എനിക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെന്നൈയിലേക്ക് രജിസ്ട്രേഷന് പോകുമ്പോൾ അമ്മ മാതാവിനെ കൂടെ കൊണ്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ കാറിൽ പോകുമ്പോൾ പില്ലോ വെച്ച് അതിൻ്റെ മേളിൽ മാതാവിൻ്റെ സ്റ്റാച്ചു വെച്ചാണ് ഞങ്ങൾ പോയത്. എനിക്ക് സംസാരിക്കുവാനോ എൻ്റെ കൂടെ സംസാരിക്കുവാനോ എനിക്ക് ആരുമില്ല, അമ്മ മാതാവ് മാത്രമാണുള്ളത്. ഇവിടെ നിന്ന് യാത്രയായി രാവിലെ ഒരു 4:45 ഞങ്ങൾ പെട്ടെന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. ഒരു സ്വപ്നം കണ്ടു. പെട്ടെന്ന് എന്തോ ഇടിക്കാൻ പോണ വണ്ടി ബ്രേക്ക് കിട്ടാത്ത പോലെ ഇങ്ങനെ എന്തൊരു സൗണ്ട് പോലെ എനിക്ക് തോന്നി. കണ്ണ് തുറന്നതും പെട്ടെന്നൊരു ഷെയ്ക്കാവലും അമ്മ മാതാവ് എൻ്റെ മടിയിൽ തലവണയിലാണ് ഇരുന്നിരുന്നത്. മാതാവ് ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്ന് വണ്ടി ഡ്രൈവർ ഉറങ്ങിപ്പോയി. ആൾ പെട്ടെന്ന് എഴുന്നേറ്റു, ഡോറ് നിർത്തി. ആളൊന്നും പറയണില്ല, ഡോറ് നിർത്തി പുറത്ത് പോയി നോക്കി. പക്ഷെ ആൾ ഉറങ്ങിപ്പോയതായിരുന്നു. അതിന് വലിയൊരു അപകടത്തിൽ ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ സ്ഥലം വിറ്റതിന് ശേഷം ഞങ്ങൾക്ക് 3 പള്ളികൾക്കായിട്ട് ഞങ്ങൾ പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും വലിയ ഉപരിയായിട്ട് ഞങ്ങൾക്ക് സാധിച്ചത് ഒരു ഭവനം പണിയുവാനായിട്ട്. ഒത്തിരി കഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ മാത്രം താമസിക്കുന്ന ഒരു മക്കളായിരുന്നു. അവരുടെ ഭവനം പണിയുവാനായിട്ട് ഞങ്ങൾക്ക് പൈസ കൊടുക്കാൻ സാധിച്ചു. അതിനും 1000 നന്ദി പറയുന്നു. മെഡിക്കൽ കോളേജിൽ ആരോരുമില്ലാത്ത രോഗികളുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് അവർക്ക് മാസത്തിൽ ഒരിക്കലും ഞങ്ങൾ 4 പേര് കൂടിയിട്ട് ഞങ്ങൾക്ക് ഭക്ഷണം വെച്ച്, നോൺ വെജായിട്ടുള്ള ഭക്ഷണം വെച്ച് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. അതിനമ്മ മാതാവിന് ഇപ്പോൾ ഒരു 2 വർഷത്തോളമായി ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ട് അതിന് 1000 നന്ദി പറയുന്നു. 6 പ്രാവശ്യം ഇവിടുത്തെ അഖണ്ഡ ജമാലയിൽ ഞാൻ പങ്കെടുത്തിരുന്നു. എൻ്റെ കുടുംബത്തിൽ എൻ്റെ മകൾ 5 പ്രാവശ്യത്തോളം പങ്കെടുത്തിരുന്നു. ആ മകൾക്ക് 2 മക്കൾക്ക് വരാൻ പറ്റിയിട്ടില്ല. അവരെയും പ്രത്യേകം സമർപ്പിക്കുന്നു. അവർക്കും കൊടുത്ത അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നു. 2ാമത്തെ മകൾക്ക് വളരെയധികം എപ്പോഴും ടിക്കറ്റ് കിട്ടാൻ മംഗലാപുരത്തേക്ക് പോകണം, ടിക്കറ്റിൻ്റെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ, ഈ മകളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അമ്മ മാതാവ് തന്നെ ഇവർക്ക് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമേ. ഇവർക്കും 2-3 ദിവസത്തിനുള്ള തക്കലിൽ പെട്ടെന്ന് തന്നെ ടിക്കറ്റ് ഒന്നുമില്ലെന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ടിയിരുന്നു. പലരും പലതരത്തിൽ സാധാ ടിക്കറ്റിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. മകളുടെ വിശ്വാസത്തിന് വേണ്ടി അമ്മ മാതാവ് ഒരു അടയാളം കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകൾക്ക് പെട്ടെന്ന് തന്നെ ഒരു ടിക്കറ്റ് ലഭിക്കുകയും ആ മകൾക്ക് അതിൽ പോകാൻ സാധിക്കുകയും ചെയ്തു. അമ്മ മാതാവിന് 1000 നന്ദി പറയുന്നു. ആത്മീയ ജീവിതം ഡെയിലി പ്രാർത്ഥിക്കാറുണ്ട്, ബൈബിൾ വായിക്കാറുണ്ട്.
ഡെയിലി കുർബാനയ്ക്ക് പോവും. കുർബാനയ്ക്ക് പോയില്ലെങ്കിൽ വളരെയധികം വിഷമമാണ്. ഒരു ദിവസം പോലും കുർബാന മുടങ്ങത്തില്ല. എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോവും. എല്ലാത്തിനും 1000 അമ്മയ്ക്ക് ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. നിത്യത വരെ അമ്മയോട് കൂടി ആയിരിക്കുവാനായിട്ട് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അമ്മേ മാതാവേ, ഈശോയെ നന്ദി, 1000 നന്ദി പറയുന്നു. ഞങ്ങൾ 5 പേര് ഈ ഫുഡ് കൊടുക്കണവരുണ്ട്. അതിൽ ഞങ്ങൾ 5 പേരുടെ വീട്ടിൽ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് സെപ്റ്റംബറിലും ഒക്ടോബറിലുമായിട്ട് അഖണ്ഡ ജപമാല ഓരോ ദിവസം വെച്ച് ഞങ്ങൾക്ക് നടത്താനായിട്ട് സാധിച്ചു. അതും അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാലാണ് സാധിച്ചത്. എനിക്കറിയില്ല, എല്ലാവരും എന്നോട് പറയും നീ പ്രാർത്ഥിക്കുക. എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരായിട്ടും എന്നോട് പ്രാർത്ഥിക്കാൻ പറയാനായിട്ട് അങ്ങനെ തരുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോരുത്തരെ കേൾക്കാനായിട്ട് ഓരോ ദിവസവും അമ്മ മാതാവേ, എൻ്റെ മക്കൾ ചീത്ത പറയും, ഏത് നേരം ഫോൺ വിളി മാത്രമേ ഉള്ളൂ. പക്ഷേ അമ്മ മാതാവ് ഓരോരുത്തരെയും എനിക്ക് അവരുടെ വിഷമങ്ങൾ എന്നോട് പറയുമ്പോൾ അവർക്കൊരു സമാധാനം എന്ന് പറയുകയും അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനും 1000 നന്ദി പറയുന്നു. ഈശോയ്ക്കും തമ്പുരാൻ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും കുടുംബമായി ഒരുമിച്ച് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാനുള്ള അവസരത്തിന് 1000 നന്ദി പറയുന്നു. ഇത് എൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ്. അത് എൻ്റെ മകൻ ജുവാൻ്റെ രോഗസൗഖ്യത്തെ കുറിച്ചുള്ള സാക്ഷിയാണ്. ആദ്യത്തേതും അവൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചുള്ള സാക്ഷിയായിരുന്നു. ഇതും അസുഖമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വേറൊരു അസുഖം രോഗസൗഖ്യം ലഭിച്ചതിനുള്ള സാക്ഷ്യം. കഴിഞ്ഞ ഓഗസ്റ്റ് 9 എൻ്റെ മോനൊരു പനി വന്നു. ഞങ്ങൾ ഒമാനിലായിരുന്നു. സാധാരണ ഒരു പനി. രാവിലെ പനി വന്നെങ്കിൽ ഞങ്ങൾ അന്ന് വൈകിട്ട് ഡോക്ടറെ കാണിച്ചു. ആൻറ്റിബയോട്ടിക്സ് സ്റ്റാർട്ട് ചെയ്തു. 2 ദിവസം ആൻറ്റിബയോട്ടിക് കഴിച്ചിട്ട് കുറയാണ്ടായപ്പോൾ ഡോക്ടർ പറഞ്ഞു ബ്ലഡിൽ ഇൻഫെക്ഷനും ഉണ്ടായിരുന്നു, അഡ്മിറ്റായി ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അഡ്മിറ്റായി ഞങ്ങളങ്ങനെ 2 ദിവസം കിടന്നു. പനി അവൻ്റെ കുറഞ്ഞു. ഇൻഫെക്ഷൻ ഉണ്ടായതിൻ്റെ അവർ ഡെങ്കു ആണോ അല്ലെ H1N1 ആണോ അതൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോൾ അതും നോർമലായി നെഗറ്റീവ് ആയതുകൊണ്ട് പിറ്റേ ദിവസം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുമായിരുന്നു. 13 വെളുപ്പിന്. അതിന് തൊട്ട് മുമ്പ് വരെ അവൻ വളരെ ആക്റ്റീവായിട്ട് കളിച്ച് ഡോക്ടർ കൈമത്തെ ട്രിപ്പ് പോയിക്കൊണ്ടിരുന്ന ട്യൂബ് അത് ഊരിത്തരാം മോൻ കളിച്ചോ എന്ന് പറഞ്ഞ് അത്ര ആക്റ്റീവായിട്ട് അവൻ കളിച്ചുകൊണ്ടിരുന്ന് അവനെയാണ് ബെഡിൽ ഉറക്കാനായിട്ട് ഞാൻ കെടുത്തി. അപ്പോൾ തന്നെ നല്ല ക്ഷീണം കൊണ്ട് അവൻ ഉറങ്ങിപ്പോയായിരുന്നു. ഞാനും ലൈറ്റ് കെടുത്തി, മൂത്തവനെയും കെടുത്തി. ബെഡിലേക്ക് കെടുക്കാൻ വരുന്ന ഗ്യാപ്പിൽ അവന് ബെഡിൽ എഴുന്നേറ്റിരുന്നു, വൊമിറ്റ് ചെയ്ത സമയത്ത് ആളുടെ റെസ്പോൺസ് കുറഞ്ഞു. ഫേസിൻ്റെ അവിടെ ബ്ലൂ കളറായിരുന്നു. അപ്പോൾ ഞാൻ നഴ്സിനെ വിളിച്ചു. പറഞ്ഞപ്പോൾ അവർ പ്രോബ് വന്ന് കണക്ട് ചെയ്ത് സാച്ചുറേഷൻ ചെക്ക് ചെയ്തപ്പോൾ കുറവായിരുന്നു. പക്ഷെ അത് വീണ്ടും നോർമലായി. അങ്ങനെ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉണ്ടായി, അതും നോർമലായി സാച്ചുറേഷൻ. 3ാമത് വീണ്ടും സാച്ചുറേഷൻ ഡൗൺ ആയി പോയി. അതിനുശേഷം പിന്നെ അവൻ കോൺഷ്യസ് ആയിട്ടില്ല, അവൻ്റെ ഒട്ടും റെസ്പോൺസ് ഇല്ല. മരിച്ചതിന് തുല്യമായിട്ടാണ് അവൻ എടുക്കണേ, കണ്ണൊക്കെ മറിഞ്ഞു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് അത് ഫിക്സ് വന്നതിൻ്റെയാണ്, അത് ഉടനെ വെന്റിലേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അവിടെ പീഡിയാട്രിക് ICU ഇല്ല, അവർ എയർവേ ചെയ്തു. പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിലേക്ക് മാറ്റണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം അവിടെ അഡ്മിഷനൊക്കെ അങ്ങനെ പീഡിയാട്രിക് ICU ഉള്ള ഹോസ്പിറ്റലിൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അവിടെ ചെന്ന് ഡോക്ടർ പറഞ്ഞത്, ന്യൂറോ ഡോക്ടർ പറഞ്ഞത്, ഇവൻ്റെ ഫിക്സ് നമുക്ക് പുറത്തേക്ക് കാണുന്നത് കൂടാതെ ബ്രെയിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഫിക്സ് പല സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സെഡേഷൻ കൊടുക്കുക. അങ്ങനെ ഫിക്സ് സ്റ്റോപ്പ് ആവുന്ന രീതിയിൽ അവർ സെഡേഷൻ്റെ ഡോസ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് മെഡിക്കലി കോമയിലാക്കണ രീതിയിൽ എത്തിയിട്ടാണ് അവൻ്റെ ഫിക്സ് സ്റ്റോപ്പായത്. പക്ഷേ അങ്ങനെ നമുക്ക് 2 ദിവസത്തിനും കൂടുതൽ അങ്ങനെ കെടുത്താൻ പറ്റില്ല, ഡോസ് കുറച്ച് കൊണ്ടുവരണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ നമുക്ക് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വെന്റിലേഷൻ സപ്പോർട്ടോടും ഡോക്ടറും നേഴ്സൊക്കെ കൂടി ഞങ്ങൾ അവനെ എയർലിഫ്റ്റ് ചെയ്തു, അമൃതയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇവനവിടെ ICUയിൽ ഒമാനിൽ ICUയിൽ കിടന്ന സമയത്തെല്ലാം നല്ലൊരു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയതും. ഇവൻ ICUയിൽ കിടന്ന സമയത്ത് ആദ്യത്തെ 13-ാം തീയതി അഡ്മിറ്റ് ആയത്.
15-ാം തീയതി ഇവിടെ അവൻ ICU എടുക്കുന്ന ഫോട്ടോയും കൊണ്ട് മമ്മിയും ചേട്ടനും കൂടി വന്നിട്ട് ഫോട്ടോ അച്ഛനെ കാണിക്കാനായിട്ട് ഇവിടെ കൃപാസനത്തിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അച്ഛനന്ന് ഇവിടെ ടോക്കൺ എടുത്ത് കാണുന്നത് കഴിഞ്ഞു. അയർലൻഡിലേക്ക് പോകാനായിട്ട് കാറിലേക്ക് കയറാൻ നിൽക്കുന്ന സമയത്ത് നിന്നപ്പോൾ ഫോട്ടോ കൊണ്ട് കാണിച്ചു കൊടുത്തു. അപ്പോൾ മാതാവിൻ്റെ സമർപ്പിച്ചിരിക്കുന്നു എന്ന് അച്ഛൻ അന്ന് പറഞ്ഞ് അവൻ്റെ ഫോട്ടോയിൽ കൈവച്ച് പ്രാർത്ഥിച്ചായിരുന്നു. അന്ന് തന്നെ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛൻ കുട്ടികൾക്ക് വേണ്ടി, രോഗം ഉള്ള കുട്ടികൾക്ക് വേണ്ടി, അത് കുറഞ്ഞും വീണ്ടും വരുന്നു ആ അവസ്ഥയിലുള്ള കുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചായിരുന്നു. അത് കഴിഞ്ഞ് വന്ന 19-ാം തീയതിയിലത്തെ ചൊവ്വാഴ്ചയിലത്തെ ധ്യാനത്തിൽ ഇവൻ്റെ അടുത്ത് ആ ധ്യാനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞ് നിങ്ങളുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് സമർപ്പിച്ച് മൗനമായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ സമയത്ത് ഇവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അച്ഛൻ പറഞ്ഞു, ബ്രെയിൻ അസുഖമുള്ള വ്യക്തിയെ സുഖപ്പെടുത്തുന്നതായിട്ട് അച്ഛൻ്റെ മെസ്സേജ് കിട്ടുന്നതായിട്ട് പറഞ്ഞു. അതൊക്കെ ഈ ഇത്രയും ദിവസങ്ങൾ മൊത്തം 71 ദിവസമാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നത്, 55 ദിവസം ICUയിലും. ആ സമയത്തൊക്കെ പിടിച്ചിട്ടുള്ള ശക്തി കിട്ടിയത് ഈ ഒരു വിശ്വാസവും ധ്യാനത്തിലൂടെയുള്ള അച്ഛൻ്റെ ഓരോ മെസ്സേജസും ആയിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു, അമൃതയിലെത്തി. അപ്പോൾ ഡോക്ടേഴ്സ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത്, നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള കുട്ടി എന്തോരം തിരിച്ചു വരുന്നത് നമുക്ക് ഞങ്ങൾക്ക് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, പിന്നെ ടൈം എടുക്കും. അതുപോലെ ഫിനാൻഷ്യലി ആയാലും നമ്മൾ ഹോസ്പിറ്റലിൽ അത്രയും ദിവസം നിൽക്കാനായിട്ടുള്ള ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു കൗൺസിലിംഗ് ആയിരുന്നു അവിടുന്ന് ആദ്യം ഞങ്ങൾക്ക് തന്നിരുന്നത്. ഇതേപോലെ സെയിം അസുഖം വന്ന കുട്ടികൾ, കോംപ്ലക്സ് ആയിട്ടുള്ളൊരു അസുഖമാണ്, പക്ഷേ അതുപോലെ അസുഖം വന്ന കുട്ടികൾ അവിടെ 7 മാസമായിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ടൈം എടുക്കും എന്നുള്ളൊരു കൗൺസിലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് തന്നിരുന്നത്. അങ്ങനെ ഞങ്ങളെ മെൻ്റലി പ്രിപ്പയർ ചെയ്തു. പക്ഷേ അപ്പോഴും നമ്മൾ അതിൻ്റെ കൂടെ ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു, ഇവന് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു മുന്നത്തെ ഒരു അസുഖത്തിന് ഞാൻ സാക്ഷ്യം പറഞ്ഞെന്ന് പറഞ്ഞല്ലോ, അതും ഒരു കോംപ്ലക്സും റയറായിട്ടുള്ളൊരു അസുഖമായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ആ ഒരു അസുഖമുള്ള ഒരു കുട്ടി, അതും ആൺകുട്ടിയാണെങ്കിൽ ജീവിക്കില്ലായിരുന്നു, 7 വർഷം നിങ്ങൾക്ക് ഇവനെ കിട്ടിയത് ഭാഗ്യമാണെന്നാണ് ഞങ്ങളോട് ഡോക്ടർ അന്ന് ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞതും. അപ്പോൾ അത് ഭാഗ്യമല്ല, നമുക്ക് പ്രാർത്ഥിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടിയതാണ് മോനെ. അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് ഡോക്ടർ ഇങ്ങനെ നമ്മളെ കൗൺസിലിംഗ് ചെയ്തെങ്കിൽ ഇതിൽ നിന്നും രക്ഷപ്പെട്ട് അവൻ ആക്റ്റീവായിട്ട് വരും. ഇവിടെ സാക്ഷ്യം പറഞ്ഞ ഇവന് വേണ്ടി സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാനിവിടെ. അപ്പോൾ അത് ആരും അന്ന് സാക്ഷ്യം പറഞ്ഞ കുട്ടിയിലെ വയ്യാണ്ട് കിടക്കുന്നതെന്ന് എന്നോട് ആരും ചോദ്യം ചെയ്യേണ്ടി വരരുതല്ലോ. അതും മാതാവിനും കൂടി അതിലപ്പോൾ അവനെ ഓക്കെ ആക്കിയിട്ട് വരത്തേണ്ട ഒരു ഉത്തരവാദിത്തം ഇതുണ്ടല്ലോ. അപ്പോൾ വരും എന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയണത് ഇപ്പോൾ മെഡിക്കലി കോമയിലാക്കിയിട്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ സ്വയം ശ്വാസം പോലും എടുക്കുന്നില്ല. അവിടെ നിന്ന് ആ സെഡേഷൻ്റെ ഡോസ് കുറച്ച് കൊണ്ടുവരിക, അപ്പോൾ ഫിക്സ് വരും, അതിനെ ട്രീറ്റ് ചെയ്യുക. ആ രീതിയിലായിരുന്നു അവരുടെ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ കുറച്ച് കൊണ്ടുവരുമ്പോൾ അവന് വീണ്ടും ഫിക്സ് വരും. അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളിവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡും കൂടി വന്ന് വീണ്ടും ഉടമ്പടി എൻ്റെ പുതുക്കാനായിട്ട് ഇങ്ങോട്ട് വന്നു. വരുന്നതിൻ്റെ തലേദിവസം ഞാൻ ഇവൻ്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ സെഡേഷൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അത് കുറച്ച് തുടങ്ങിയപ്പോൾ അവൻ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ അവനെ കാണാനായിട്ട് ചെന്നപ്പോൾ അവൻ കണ്ണ് തുറന്ന് കിടക്കുകയാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ചോദിച്ചു, സംസാരിച്ചോട്ടെ എന്ന് ചോദിച്ചു. സംസാരിച്ചോളാം പറഞ്ഞു. അവൻ അങ്ങനെ സെഡേഷനിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ ഉപബോധ മനസ്സിലത് കേൾക്കുന്നുണ്ടായിരിക്കുന്ന ഒരു മുന്നേ ഞങ്ങളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അടുത്ത് പോയിട്ട് ചേട്ടിൽ പറഞ്ഞു, അമ്മ നാളെ കൃപാസനത്തിലേക്ക് പോകുന്നു അവരോട് പറഞ്ഞു. അപ്പോൾ 16 ദിവസത്തിന് ശേഷം അന്നാണ് അവൻ ആദ്യമായിട്ട് അവൻ്റെ റെസ്പോൺസ് ഞങ്ങൾ കണ്ടത്. ചിരിച്ചു അവനൊന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അത്രയും ദിവസം ഒരു അനക്കൂലാണ്ടോ കിടന്നിരുന്നത്. അത് അവൻ ചിരിച്ചതും ഞാനിങ്ങനെ കൃപാസനത്തിൽ പോവാമെന്ന് പറഞ്ഞപ്പോഴാണല്ലോ. അപ്പോൾ എനിക്ക് വീണ്ടും നല്ല ധൈര്യമായി. അങ്ങനെ ഞങ്ങൾ നല്ല ഇനിയും എല്ലാം ഓക്കെ ആവുന്നുള്ള വിശ്വാസത്തിലാണ് വീണ്ടും കൃപാസനത്തിലേക്ക് അന്ന് പിറ്റേ ദിവസം വന്നു ഇങ്ങോട്ട്. അങ്ങനെ ഉടമ്പടി പുതുക്കി ഞങ്ങൾ പ്രാർത്ഥിച്ച് തിരിച്ചു ചെന്നു. പക്ഷെ തിരിച്ചു ചെന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നിട്ട് കിടക്കേണ്ടതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഇൻഫെക്ഷൻ ചെറുതായിട്ട് പനി ഉണ്ടായിരുന്നു. ഇൻഫെക്ഷൻ വന്നിട്ട് ഫിക്സ് വീണ്ടും വന്നേക്കായിരുന്നു. പിന്നെ അവർ വീണ്ടും അത് മരുന്നിൻ്റെ ഡോസ് കുറച്ച് തുടങ്ങിയപ്പോഴാണല്ലോ ഫിക്സ് വന്നത്. അപ്പോൾ വീണ്ടും മരുന്ന് കൊടുത്തു. അങ്ങനെ എല്ലാ മരുന്ന് ഡോസ്
പിന്നെയും കുറയ്ക്കുമ്പോൾ എല്ലാ ചൊവ്വാഴ്ചകളിലായിരിക്കും സാറ് അവനെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് പറയാം. അവർ ICUന്ന് ഷിഫ്റ്റ് ചെയ്യണേക്കാളും മുന്നേ മെഡിസിൻ്റെ ഡോസൊക്കെ കുറച്ച് ഇഞ്ചക്ഷൻ പോണ ഫിക്സിൻ്റെ മരുന്നുകളൊക്കെ ഗുളികയാക്കും. ആ സമയത്താണ് ഇവന് വീണ്ടും ഫിക്സ് വരാറ്, മരുന്ന് ഇഞ്ചക്ഷൻ കുറച്ച് ഗുളികയാക്കുമ്പോൾ. അങ്ങനെ പിന്നത്തെ ഒരു ദിവസം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മാതാവിനെ കാണാൻ വേണ്ടി അവിടെ എന്തായാലും ICUവിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മാതാവിനെ കാണാമെന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടി ഒരു ദിവസം ഇവിടെ വന്നു. ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചു പോയുള്ളൂ. അന്നപ്പോൾ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എനിക്ക് അച്ഛനെ കാണാനും പറ്റിയായിരുന്നു. അന്ന് അല്ല, ഞാനും മമ്മിയും കൂടിയാണ് വന്നത്. അതിന് മുൻപ് വന്നപ്പോൾ ഇവിടെ ഇരുന്ന് മാതാവിനെ കണ്ട് കൊന്തളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മാതാവിനെ നോക്കിയിട്ട് മാതാവിൻ്റെ മുഖത്ത് നോക്കും, ഇവിടെ തലയിൽ കൈ തൊട്ട് പ്രാർത്ഥിക്കുന്നവരോട് സംസാരിക്കും. അപ്പോൾ ഞാൻ മാതാവ് ഇത്ര അടുത്തുനിന്ന് അച്ഛനോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് സംസാരിച്ചൂടെ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ ഒരു ഷട്ട് ഡൗൺ എന്നൊരു വേർഡ് ഇങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നു, കേട്ടു ഞാനത്. അപ്പോൾ ഇവൻ്റെ രോഗത്തിൻ്റെ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഫയേഴ്സ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതായത് ഒരു കാട്ടു തീ കത്തിയ പോലത്തെ അവസ്ഥ. തീ ഫയർ എഞ്ചിൻ വന്ന് നമ്മൾ അടച്ചാലും ചിലപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ച് അടച്ചാലും അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് തീപ്പൊരി കിടന്നാൽ വീണ്ടും കത്തി വരാം. അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഷട്ട് ഡൗൺ ഞാൻ ആ കൂടി കമ്പ്യൂട്ടറിൻ്റെ ഷട്ട് ഡൗൺ മാത്രമേ കേട്ടിരുന്നുള്ളൂ. ഞാൻ വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കി ChatGPTയിൽ അടിച്ചു നോക്കി കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക്കൽ സപ്ലൈ ഒക്കെ സ്റ്റോപ്പ് ആവണമെന്നുള്ളതിനും അത് പറയുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെയും ഒരു ധൈര്യം കിട്ടാൻ ഇതൊക്കെ ധൈര്യം ശക്തി ഇതൊക്കെ തന്നായിരുന്നു. മാതാവ് എന്നോട് സംസാരിച്ചതായിട്ട് ഞാനത് വിശ്വസിച്ചു. അങ്ങനെ വീണ്ടും തിരിച്ച് അവനെ കാണാൻ ചെന്നു. അന്ന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെയാണ് അന്ന് കൃപാസനത്തിലേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നിൽക്കുന്ന സമയത്ത് അവനെ പോയി ഞാൻ കാണുമ്പോൾ അവൻ കുറച്ച് ഫിക്സ് ഇതുപോലെ മരുന്ന് കുറച്ചപ്പോൾ വീണ്ടും വന്നിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അപ്പോഴൊന്നും വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റണ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു 2 മണിക്കൂർ നേരത്തേക്ക് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുമ്പോൾ ആ ന്യൂസ് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഇങ്ങോട്ട് പോരുമ്പോൾ പോലും അവനെ ഫിക്സ് വന്ന് അങ്ങനൊരു പ്രതീക്ഷയുള്ള വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുന്നുള്ള പ്രതീക്ഷയിലല്ല പോകുന്നത്. അങ്ങനെ ഇവിടെ സാക്ഷ്യം പറയാതിരിക്കുന്ന സിസ്റ്ററിൻ്റെ അടുത്ത് ഞാനിങ്ങനെ ഇത്രയും ഉണ്ടായ അനുഭവങ്ങളും പറഞ്ഞു, ഞാൻ ശരിക്കും സാക്ഷ്യം പറയവനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അന്ന് പോയത് ഇവിടെ നിന്ന്. അത് കഴിഞ്ഞ് അന്ന് 2 മണിക്കൂർ നേരത്തേക്ക് എടുത്തു. പിന്നെ 4 മണിക്കൂർ 6 മണിക്കൂറായി. രാവിലെ നേരങ്ങളിലൊന്നും വെൻ്റിലേഷൻ സപ്പോർട്ട് ഇല്ലാണ്ടിരുന്നു. പിന്നെ ഫുള്ളായിട്ട് വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കാം എന്നുള്ള അവസ്ഥ വന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൽ നിന്ന് ഫുള്ളായിട്ട് മാറ്റി നോക്കി. അപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു. അങ്ങനെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഊരേണ്ട സമയം വന്നു. മെഷീൻ മാറ്റിയിട്ടുണ്ടായിരുന്നില്ല. വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവന് ട്രക്കിയയിൽ ഞങ്ങൾ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ചൊവ്വാഴ്ചയാണ്. അപ്പോൾ മാറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആ സമയത്താണ് ഡോക്ടർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു അവന് ശ്വാസം കിട്ടാണ്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് നമ്മൾ വെൻ്റിലേറ്ററിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതുകൊണ്ട് അവൻ്റെ മുന്നത്തെ അസുഖമായിട്ട് വല്ല ബന്ധമുള്ളതായിരിക്കും. അവൻ്റെ ട്രക്കിയേക്ക് ചുരുങ്ങിയതൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുൻപ് 75%. അപ്പോൾ അതുകൊണ്ടായിരിക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് വല്ല സർജറി ചെയ്യേണ്ടി വരും എന്നൊക്കെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് വരെ ഈ അസുഖം ഈ വെൻ്റിലേറ്ററിൽ ഇടുന്നതിന് മുൻപ് വരെ അവൻ ആക്റ്റീവായിട്ട് കളിച്ചിരുന്നതാണ്. അങ്ങനെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു കുട്ടിയാണെങ്കിൽ അങ്ങനെ കളിക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഡോക്ടർ CT എടുത്ത് നോക്കാം എന്ന് പറഞ്ഞു. CT എടുത്ത് നോക്കിയപ്പോൾ അത് അവൻ്റെ വെൻ്റിലേറ്ററിൻ്റെ ട്യൂബ് ഇത്രയും ദിവസം കെടുന്നതുകൊണ്ടുള്ള ഒരു നീര് വന്നതായിരുന്നു. അങ്ങനെ അപ്പോൾ ആ നീരിനുള്ള മരുന്നും കൊടുത്ത് CPAP മെഷീൻ വെച്ച് അങ്ങനെ സപ്പോർട്ടും കൊടുത്ത് നമുക്ക് നോക്കി നോക്കാം, ഓക്കെ ആയില്ലെങ്കിൽ സർജറി ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ CPAP വെച്ച് നീര് പറ്റുള്ള മരുന്നും കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഓക്കെ ആയി. അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തന്നെ വീണ്ടും ഒരു മരുന്ന് കുറച്ച് ഡോസ് കുറച്ച് ഇഞ്ചക്ഷനൊക്കെ മാറി ടാബ്ലറ്റ് ആക്കാൻ വന്നപ്പോൾ അവന് വീണ്ടും ഫിക്സ് വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ അവൻ്റെ നമുക്ക് ഇങ്ങനെ ഇപ്പോൾ ലോങ് ലാസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അവന് ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും. അല്ലാണ്ട് ഇങ്ങനെ നമുക്ക് എപ്പോഴും വെൻ്റിലേറ്ററിൽ അത്രയും നാൾ കിടത്താൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടാണ്. ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫിക്സ് വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയാണ് ഒരു പ്രൊസീജിയർ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ സെഡേഷൻ്റെ ഡോസൊക്കെ കുറച്ച് മരുന്നൊക്കെ ഡോസ് കുറച്ച് വരുമ്പോൾ അവനെ ആക്റ്റീവായിട്ട് വന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അക്ഷരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് കണ്ണ് തുറന്ന് നമ്മളെ ഫുള്ളായിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല, എന്നാൽ അങ്ങനെ റെസ്പോൺസ് വന്നൊരു കുട്ടീനെ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യുമ്പോൾ അവൻ വീണ്ടും ബാക്കിലേക്ക് പോകില്ല. അപ്പോൾ അതാലോചിച്ച് നമുക്ക് ചെയ്യാനായിട്ട്
ചെയ്യേണ്ടി വരില്ല, അവന് വരില്ല എന്നുള്ളതിൽ നമ്മളിങ്ങനെ നിന്ന് പ്രാർത്ഥിച്ച്. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇനി വേറെ വഴിയില്ല, അവന് ഇടയ്ക്ക് ഫിക്സ് വന്ന് പോകണോണ്ട് നമുക്ക് ട്രക്കിയോസ്റ്റമി ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോഴും ആ നീര് വന്നപ്പോഴും അവരുടെ ഡോക്ടേഴ്സ് വിചാരിച്ചിരുന്നത് അവന് ട്രക്കിയെ മുന്നത്തെ അസുഖത്തിൽ പറഞ്ഞ പോലെ ചുരുങ്ങിയിരിക്കുന്നതാണെന്നാണ്. നമ്മൾ ചുരുങ്ങിയിരിക്കുന്ന ട്രക്കിയുടെ അത് എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എന്തെങ്കിലും എമർജൻസി വരും മാത്രം ചെക്ക് ചെയ്താൽ മതി എന്നുള്ളതുകൊണ്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ട്രക്കിയോസ്റ്റമി ചെയ്യാനായിട്ട് അവർ അതിന് മുൻപായിട്ട് ഞങ്ങൾ പെർമിഷനൊക്കെ മേടിച്ചു, ട്രക്കിയോസ്റ്റമിയുടെ ട്യൂബൊക്കെ മേടിച്ചു കൊടുത്തു. അതിന് മുന്നായിട്ട് ബ്രോങ്കോസ്കോപ്പി ചെയ്ത് നോക്കിയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യാമെന്നുള്ള രീതിയിൽ നിന്നിരുന്നത്. അപ്പോൾ ഡോക്ടർ അതിന് മുമ്പ് ഞങ്ങൾ സൈൻ ഇട്ട് കൊടുത്തു ട്രക്കിയോസ്റ്റമി ചെയ്യാനുള്ള രീതിയിൽ. അപ്പോഴും നമ്മൾ ഇത്രയും ഉഷാറായി വന്ന കുട്ടി വീണ്ടും കുറേ ബാക്കിലേക്ക് പോകാനുള്ളൂ. അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് സംസാരിക്കാൻ പറ്റില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, അവനെല്ലാം വീണ്ടും പുറകോട്ട് പോകുള്ളൂ. അപ്പോൾ അത് ചെയ്യാണ്ടെന്നുണ്ട്. പക്ഷെ നമുക്ക് വേറെ ഒന്നും നിവർത്തിയില്ല, ഡോക്ടേഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞു. സഞ്ചാരി മാതാവേ മാന്ന് മാത്രം പറഞ്ഞു അവിടെ ഇരുന്നോളൂ അന്ന് പുറത്ത്. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പുറത്ത് വന്നിട്ട് ഞങ്ങളോട് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് ഉണ്ട്, അവന് ഒരു സർപ്രൈസിങ് ആയിട്ടുള്ള ഫാക്റ്റ് ഉണ്ട്, അവൻ്റെ ട്രക്കിയയ്ക്ക് നമ്മൾ വിചാരിച്ച ചുരുക്കമൊന്നുമില്ല, എമർജൻസി ആയിട്ട് ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അപ്പോൾ നമുക്കത് ഇതുപോലെ തന്നെ ട്രക്കിയോസ്റ്റമിയുടെ ട്യൂബ് വരെ ഞങ്ങൾ മേടിച്ചതാണ്. അപ്പോൾ അതൊക്കെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തുന്നത് മാതാവ് വന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് വേറെ ആർക്കും അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. നമ്മളും കുറേ ചെയ്യണ്ടെന്ന് പറഞ്ഞാലും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് പോന്നു. വീണ്ടും അവർ ട്രക്കിയോസ്റ്റമി ചെയ്യണ്ടെന്നുള്ള തീരുമാനത്തിലെത്തി. വീണ്ടും ഫിക്സ് പിന്നെ അപ്പോൾ സ്റ്റോപ്പായിട്ടുണ്ട്. അപ്പം വീണ്ടും ഫിക്സ് വരികയാണെങ്കിൽ അപ്പം നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിർത്തി. മരുന്നുകളുടെ ഡോസ് വീണ്ടും കുറച്ച് നോക്കും. അപ്പോൾ വീണ്ടും അവന് ഫിക്സ് വീണ്ടും വന്നു. പിന്നത്തെ ഒരു ചൊവ്വാഴ്ച ഇതുപോലെ മാറ്റാമെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ അവന് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കേണ്ടി വന്നായിരുന്നു. ഇനി ഇതുപോലെ ഇടയ്ക്ക് കുറേ നേരം ടൈം എടുത്തിട്ടുള്ള ഫിക്സൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിങ്ങനെ ഇടയ്ക്ക് വീണ്ടും വെൻറ്റിലേറ്ററിലാക്കുക, ട്യൂബ് എടുക്കുക, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും വെൻറ്റിലേറ്ററിൽ അർജൻറ്റായിട്ട് ആക്കി. പിന്നെ വരികയാണെങ്കിൽ വീണ്ടും വരികയാണെങ്കിൽ വീണ്ടും ട്രക്കിയോസ്റ്റമി ചെയ്യാന്നുള്ള രീതിയിൽ അവർ വീണ്ടും വെൻറ്റിലേറ്ററിലാക്കിയായിരുന്നു. സമയങ്ങളിലെല്ലാം നമ്മളെ പ്രാർത്ഥിക്കുക തന്നെയായിരുന്നു. എല്ലാവരും ചൊവ്വാഴ്ചയാണ്. അപ്പോൾ ഈ ചൊവ്വാഴ്ച മാറ്റും, അടുത്ത ചൊവ്വാഴ്ച മാറ്റും നമ്മളിങ്ങനെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അവനെ ICUയിൽ നിന്ന് ഈ മരുന്ന് കുറച്ച് ഓക്കെ ആയിട്ട് പുറത്ത് കടത്തിയത് ഒക്ടോബർ 7-ാം തീയതി. അതൊരു ചൊവ്വാഴ്ച ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ അന്നായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ച ദിവസങ്ങളൊന്നുമല്ല, മാതാവ് അതിനേക്കാൾ നല്ലൊരു ദിവസം തിരഞ്ഞെടുത്ത് അവൻ അന്ന് ICUയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തപ്പോൾ സമയത്തും ഇവന് ആകെ എല്ലും തൊലുമായിരുന്നു. പിന്നെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. നടക്കാനൊക്കെ എല്ലാത്തിനും നമ്മൾ താങ്ങി പിടിക്കണമായിരുന്നു. ഇപ്പം നമ്മൾ അവൻ്റെ വളരെ ചെറിയ കാര്യങ്ങളായാലും ഇപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കാൻ ടീസ്പൂൺ കൊടുത്താലോ അല്ലെങ്കിൽ പെൻസിൽ കൊടുത്താലോ ഒന്നും എങ്ങനെ പിടിക്കേണ്ടത് ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഓരോ ദിവസം ഇമ്പ്രൂവായി വന്നു. ഇപ്പം അവൻ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും, അവൻ്റെ ഗ്രോസ് മോട്ടർ ആക്ടിവിറ്റീസ് എല്ലാതും ഓക്കെ ആയി. ഒരു വശം തളർന്നു പോവും അല്ലെങ്കിൽ സംസാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇപ്പം അവൻ ഇത്രയും ആക്റ്റീവായി ഉഷാറായിട്ട് ദൈവം മാതാവും ഈശോപ്പയും കൂടി ഞങ്ങൾക്ക് തന്നു. ഇവനെ ICUയിൽ കിടന്നിരുന്ന സമയത്തൊക്കെ ഞങ്ങൾ അവിടെ ഇരുന്നവരോടൊക്കെ ഞങ്ങൾക്ക് കിട്ടിയ ദൈവാനുഭവങ്ങളെല്ലാം അടുത്തിരിക്കുന്നവരോട്, അവിടെ കുറേ പേര് വിഷമിച്ചിരിക്കുന്ന സെയിം അവസ്ഥകൾ നമ്മൾ കുറേ പേരെ കണ്ടായിരുന്നു. അവരൊക്കെ അതിനെക്കുറിച്ച് പറയുമായിരുന്നു. അടുത്ത് പള്ളികളിൽ പോയിട്ട് ഞങ്ങൾ പത്രം കൊടുത്തായിരുന്നു. പിന്നെ നമ്മളെ കൊണ്ടാവുന്ന വിധം പൈസ കൊണ്ട് സഹായങ്ങളും ചെയ്യാറുണ്ട്. അവിടെ ഹോസ്പിറ്റലിലും നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ മുന്നൊക്കെ പറഞ്ഞ പോലെ പള്ളിയിൽ പോകാനായിട്ട് കുർബാന കൂടണം എന്നുള്ളത് നമുക്ക് നാട്ടിലാവുമ്പോഴായിരുന്നു കൂടുതൽ പറ്റുന്നത്. അപ്പം ഇപ്പം മാക്സിമം മുടങ്ങാണ്ട് പള്ളിയിൽ പോകാനായിട്ടും കുർബാന പങ്കെടുക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളെ ഒമാനിലായിരുന്നു. ഈ അവസ്ഥയിലാണ് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഈ ഫോട്ടോ ആണ് അച്ഛനെ കാണിച്ച് അച്ഛൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചത്.
ഒരു പ്രാവശ്യം കൂടി ഇതുപോലെ ഞാൻ ഹസ്ബൻഡും കൂടി ഇങ്ങോട്ട് വന്നായിരുന്നു, അച്ഛനെ കാണാനായിട്ട് വന്നായിരുന്നു. വന്ന സമയത്ത് അന്ന് ഒരു മാസത്തിലെ 2ാമത്തെ പ്രാവശ്യം ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അപ്പോൾ കാണാൻ പറ്റുമെന്ന് ഡൗട്ടൊക്കെ ആയിരുന്നു. പക്ഷെ അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് മോൻ്റെ ഫോട്ടോ മേടിച്ചിട്ട് ഇതാരാന്നൊക്കെ ചോദിച്ചു. പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാം ശരിയാവും മോളെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് മാത്രമാണ് ഈ സിറ്റുവേഷൻ ഇങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഒരു ചെറിയ വിഷമം വന്നാൽ പോലും പെട്ടെന്ന് ഡൗൺ ആവണ ആളുകളാണ് നമ്മൾ. പക്ഷെ ഇത് പ്രാർത്ഥനയിൽ നിന്നതുകൊണ്ട് ഈ അവസ്ഥയിൽ പിടിച്ചു നിൽക്കാനുള്ള ശക്തി ലഭിച്ചു. മോൻ ഇത്ര ഉഷാറായിട്ട് തന്നു. അമ്മ മാതാവ് ഈ തിരുവൾത്താരയിൽ അമ്മ മാതാവിൻ്റെ ഈശോൻ്റെയും കൂടെ നിന്ന് ഈ സാക്ഷ്യം പറയുവാൻ എന്നെ അനുഗ്രഹിച്ചതിനടുത്ത് ഞാൻ നന്ദി പറയുന്നു. ഞാൻ ഇതിനു മുമ്പും ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഈശോ മാതാവും കൂടെ എനിക്ക് ഒത്തിരി അത്ഭുതങ്ങൾ നടത്തി തന്നിട്ടുണ്ട്. ഞാൻ 6/7/2022 ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് ലാലി ജെയിംസ്. ഞാൻ പള്ളുരുത്തി സെയിൻറ്റ് ലോറൻസ് ഇടവകയിൽ നിന്നും വരുന്നു. ഇന്ന് ഞാൻ 13ാമത്തെ പുതുക്കിയാണ് ഇവിടെ നിൽക്കുന്നത്. ഏറെ സന്തോഷത്തോടെ ഞാനിവിടെ നിൽക്കുന്നത്. കാരണം ഇത്ര പ്രാവശ്യം പുതുക്കാനും ആ വിശുദ്ധിയിൽ ജീവിക്കുവാനും ദൈവം എന്നെ ഇടവരുത്തി എന്നുള്ളതാണ്. ഉടമ്പടി എടുത്താൽ നമ്മളെ ഭൗതിക ആവശ്യമല്ല, ആത്മീയമായി ഒത്തിരി വളരാൻ സാധിച്ചു. കാരണം എല്ലാ ദിവസവും മിക്കവാറും അരമണിക്കൂർ ബൈബിള് വായിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഒരു പുണ്യവും. കൂടാതെ എല്ലാ ദിവസവും ദിവ്യബലിക്ക് പോകുവാനും പറ്റുന്നുണ്ട്. ഈശോ നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. കാരണം ഉടമ്പടി എന്നത് തമ്പുരാനോട് ഒരു ഉടമ്പടി ചെയ്തിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നതാണ്. ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടെ നിന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. അതെ, തമ്പുരാൻ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന നിമിഷമാണ്. ഈ അൾത്താരയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് പങ്കുവയ്ക്കുവാനും തന്ന അനുഗ്രഹം. ഈശോയോട് 10 വർഷമായി ഒരു വീടില്ലാഞ്ഞിട്ട് ഞാൻ ഈശോയോട് വീടിനെ പറ്റി ഒരു വീട് ഒരുക്കി തരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഉടമ്പടിയിൽ വെക്കാൻ പറ്റണില്ല. കാരണം പല പല നിയോഗങ്ങൾ, മക്കൾ പഠിക്കുകയാണ്, മക്കളുടെ ജോലി അങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ജൂൺ മാസം ഞാൻ പുതുക്കിയപ്പോഴേക്കും ഞാൻ ഒരു ഭവനത്തിന് വേണ്ടി ഈശോനോട് ഞാൻ പ്രാർത്ഥിച്ചു. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ എനിക്കൊരു 2 മുറിയുള്ളൊരു ഭവനം ഒരുക്കി തരണേന്ന് പ്രാർത്ഥിച്ച്. പക്ഷേ 3 മുറിയുള്ള നല്ലൊരു വീട് തന്ന് ദൈവം എന്നെ അനുഗ്രഹിച്ച്. കാരണം ജൂൺ എന്ന് പറഞ്ഞാൽ ജൂൺ കഴിഞ്ഞിട്ട് കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. ഒക്ടോബറിൽ ഞാൻ ജപമാല റാലിക്ക് പങ്കെടുത്ത്, നവംബറിൽ ഞങ്ങൾ വീടും സ്ഥലവും പോയി കണ്ട് ഫസ്റ്റ് ടോക്കൺ അഡ്വാൻസ് കൊടുത്ത് ആ ആഴ്ചയിൽ തന്നെ ഞങ്ങൾ അഡ്വാൻസും കൊടുത്ത് ഡിസംബർ 27 ഞങ്ങൾ വെഞ്ചരിച്ച് വീട്ടിലേക്ക് താമസം മാറ്റി. ഇത് വലിയൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ എത്ര വർഷമായി വീടിന് വേണ്ടി ചോദിക്കുന്നു, പക്ഷേ നിയോഗം വെച്ചിട്ടില്ല. ജൂൺ മാസം നിയോഗം വെച്ച് ഡിസംബറിൽ വീട് കയറി താമസിച്ചു. പിന്നെ കൂടാതെ ജപമാല റാലിയിൽ കഴിഞ്ഞ വർഷവും പങ്കെടുത്ത്, കഴിഞ്ഞ മുമ്പത്തെ വർഷവും പങ്കെടുത്ത്, കഴിഞ്ഞ ഒക്ടോബറിലും എനിക്ക് ജപമാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റി. ജപമാല റാലിയിൽ പങ്കെടുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് കൂടുതൽ ഇത് കൊടുക്കാതെ യുവജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. കാരണം എൻ്റെ മോള് ജർമ്മനിയിലാണ്, അവൾ ഒറ്റക്കാണ് താമസിക്കുന്നത്. എൻ്റെ മോനാണെങ്കിൽ ഹൈദരാബാദിലാണ്. വിശുദ്ധിയില്ലാത്ത ജീവിതമാണ് ഇന്ന് നമ്മൾ എല്ലാവരും ജീവിക്കണം. കുഞ്ഞുമക്കൾ, ഞാനൊരു കാറ്റഗിസം ടീച്ചറാണ് കേട്ടോ, ഒരു കാറ്റഗിസം ടീച്ചറാണ്. ഇപ്പോൾ 2 വർഷമായിട്ട് HM ആയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഈ വിശുദ്ധിയില്ലാത്ത മക്കളുടെ ജീവിതവും ആ ഒരു വിഷമമൊക്കെ കണ്ടു കഴിയുമ്പം എനിക്ക് ഭയങ്കര സങ്കടമാണ്. അപ്പം ഞാൻ ഈ ജപമാല റാലിയിൽ എൻ്റെ നിയോഗങ്ങൾ ഒന്നും തന്നെ ഞാൻ മെൻഷൻ ചെയ്തില്ല. ഞാൻ പറഞ്ഞു, ഈശോയെ കുഞ്ഞുമക്കൾ വിശുദ്ധിയിൽ ജീവിക്കാൻ നീ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് അറ്റം വരെ ഞാൻ ജപമാല റാലി ചൊല്ലി മക്കൾക്ക് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച. പക്ഷേ എൻ്റെ കാലിൻ്റെ വിരലിൻ്റെ താഴത്ത് നല്ലൊരു മുറിവുണ്ടായിരുന്നു. 3 വർഷമായിട്ട് നല്ല വേദനയാണ്. വേദനയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ബ്ലഡ് വരും. ഡോക്ടറിനെ കൊണ്ട് കാണിച്ചിട്ട് ഡോക്ടർ മരുന്ന് തന്നിട്ട് ഒരു കുറവുമില്ല. പിന്നെ ഒരു പ്ലാസ്റ്റർ ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പറിച്ച് കഴിയുമ്പം ആണിയാണെങ്കിൽ അതിങ്ങനെ പറിച്ച് കഴിഞ്ഞ് പോകുമെന്ന് പറഞ്ഞ് അത് 5 വാങ്ങിച്ചു വെച്ചു. പിന്നെയും 5 എണ്ണം വെച്ചു, വന്നിട്ടും ഒരു കുറവില്ലായിരുന്നു. പക്ഷേ ഈ ജപമാല റാലി കഴിഞ്ഞിട്ട് പിന്നെ ഇന്ന് വരെ എനിക്ക് ആ വേദന വന്നിട്ടില്ല. ഞാനത് പിന്നെ റാലിയിൽ പറഞ്ഞ കാര്യമല്ല, ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞ, മാതാവ് എൻ്റെ കാലുവേദനയാണ് കേട്ടാ,
എന്ന് പറഞ്ഞാണ് ആ റാലിയിൽ ഞാൻ പങ്കെടുത്തത്. ബട്ട് അവസാനം വരെ റാലിയിൽ പങ്കെടുത്ത് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാലുവേദന മാറി. ആ വേദന ഞാനത് പറഞ്ഞില്ല, കാര്യമായിട്ട് ഒന്നും പറഞ്ഞില്ലായിരുന്നു. അത് മാറി ദൈവകൃപയാലെ ഇന്ന് ഒരു വേദന എനിക്കില്ല. പിന്നെ കൂടാതെ 2 കൈയിൻ്റെ മുട്ടിൻ്റെ ഇവിടെ നല്ല കറുത്ത പാടായിരുന്നു. അപ്പോൾ ഈ വേദന, കാലിൻ്റെ വേദന വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കൂടാതെ കയ്യിലും ഈ കറുത്ത പാട് ഭയങ്കര വലുതായിട്ട് വന്നപ്പോഴേക്കും രാവിലെയും വൈകിട്ടും മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം അതും എൻ്റെ 2 കയ്യിൽ നിന്നും പോയി. ഇപ്പം അവിടെ വേദനകളൊന്നും ഇല്ലായിരുന്നു, പാടുണ്ടായിരുന്നു. ആ പാടൊക്കെ എല്ലാം മാറി. ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്ത് പോയിട്ട് പൊതിച്ചോറ് കൊടുക്കും, പിന്നെ പത്രം പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി, പിന്നെ കരുണയുടെ കൊന്ത ചൊല്ലിയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു കൊടുക്കും. കൂടാതെ പൊതിച്ചോറ് ഇവർക്ക് കൊണ്ടേ കൊടുക്കും, രോഗികൾക്കും ബൈസ്റ്റാൻഡേഴ്സിനും. പിന്നെ കാശുരൂപം പ്രാർത്ഥിച്ചിട്ട് രോഗികൾക്ക് എത്ര കൂടുതലായിട്ടുള്ള രോഗികൾക്ക് കാശുരൂപം കൊടുത്തു.